അങ്ങനെ ഒരു സി ഫിഫ ആൻഡ് റഫറീസ് ഫേവറിങ് മെസ്സി എന്നുള്ളൊരു നറേറ്റീവ് വളരെ കാലമായിട്ടുള്ളൊരു നറേറ്റീവ് ആണ്. അത് മേ ബി റൊണാൾഡോ ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽസ് കുറെ പേരായിരിക്കാം പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വേൾഡ് കപ്പിലും കുറെ ഇൻസിഡൻസ് അവർ ഇൻസ്റ്റയിലും ഒക്കെ അവർ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഐ തിങ്ക് പ്രോബബ്ലി സം മാച്ചസ് അഗേൻസ്റ്റ് നെതർലാൻഡ്സ്, ഇങ്ങനെ കുറെ റെഫറി ബീങ് വെരി ലീനിയൻ ടുവേർഡ്സ് മെസ്സി പർട്ടിക്കുലർലി. മേ ബി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് അടിക്കാൻ ഉള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഇവരിത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മെസ്സി റൊണാൾഡോ ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് ഫിഫയ്ക്കും ടി വി ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്കും ബെറ്റിംഗ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ആൻഡ് ടു ആൻ എക്സ്റ്റെന്റ് നെയ്മാർ ഓൾസോ. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് റിട്ടയർഡ് സം ടൈം ബാക്ക്. അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യില്ലെന്നല്ല പറഞ്ഞ്, എന്നെ തെറ്റിച്ചുകൊണ്ട് ചിലപ്പം വൻ കളിയൊക്കെ കളിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലൈക്ക് തോമസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ആട്രിബ്യൂട്ട്സ് എവിടെയൊക്കെയോ കുറഞ്ഞ പോലെ അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി കളിച്ചൊരു ലെജൻഡാണ്. അപ്പം ഞാൻ പണ്ട് തൊട്ട് കണ്ടുവരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്കിൽ സെറ്റ്സ് പ്രായമായതിന്റെ കാരണം മാത്രം കുറച്ച് അത്യാവശ്യം നല്ലോണം ഡൗൺ ആയിട്ടുണ്ട്. അദ്ദേഹം അടിച്ചിട്ടുണ്ട്, അദ്ദേഹം യൂറോ അടിച്ചിട്ടുണ്ട്, നേഷൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ദി അൾട്ടിമേറ്റ് പ്രൈസ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ദ വേൾഡ് കപ്പ്. ഒരു പ്ലെയറെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് പണ്ഡിറ്റ്സ് ചിലപ്പോൾ ജഡ്ജ് ചെയ്യില്ലായിരിക്കാം, പക്ഷെ ഒരു വൈഡർ പബ്ലിക് ഓൾവേസ് ഒരു വേൾഡ് കപ്പ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ജഡ്ജ് ചെയ്യാൻ. ദാറ്റ്സ് ഹൗ മറഡോണ ബിക്കേം എ ലെജൻഡ്, ദാറ്റ്സ് ഹൗ പെലെ ബിക്കേം എ ലെജൻഡ്. അപ്പോ ചിലപ്പോൾ ആ റിലീഫ് ആയിരിക്കാം ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ഹിം പെർഫോം ബെറ്റർ. അല്ലേ, ഹിസ് പെർഫോമൻസ് ഹാവ് ഇംപ്രൂവ്ഡ് കമ്പയർഡ് ടു ലാസ്റ്റ് വേൾഡ് കപ്പ്. He's playing with freedom now. So basically there is no pressure for him, whereas Ronaldo is under immense pressure. So ജർമ്മനിയുടെ സെൻട്രൽ മിഡ്ഫീൽഡർ ഫീലിക്സ് നെമേച്ച, in a summer where a lot of Premier League teams are looking for a central midfielder, I think he has now kind of announced himself to say that, like, I'm here, I can do pretty much everything that most other midfielders can, and I might not have a Premier League tax also. അപ്പം പുള്ളി സ്പോട്ട് ലൈറ്റിൽ സ്വയം എത്തിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ മൊറോക്കോ മിഡ്ഫീൽഡ് എഞ്ചിൻ ആയ അയൂബ് ബവാദി, അതെ, നിങ്ങൾ കണ്ടു കാണും. വളരെ യങ് ആണ്, 19 വയസ്സല്ലേ? 19 വയസ്സേ ഉള്ളൂ. ഓൾറെഡി മൊറോക്കോയുടെ ഗോ ടു പ്ലെയർ, അല്ലെങ്കിൽ അവരുടെ ടീമിലെ ആ ഒരു കാംനെസ് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ്. ഈ കഴിഞ്ഞ ബുണ്ടസ്ലീഗ സീസണിലെ റുക്കി ഓഫ് ദ സീസൺ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട യാൻ ഡിയോമെൻഡെയാണ് എനിക്ക് തോന്നുന്ന ഇംപ്രസീവ് പ്ലെയർ ഓഫ് ദിസ് വേൾഡ് കപ്പ്. ഓൺലി 2 മാച്ചസ് അദ്ദേഹം വളരെ ഇംപ്രസീവ് ആയിട്ട് നമ്മുടെ പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഡ്രിബിൾസും ഹൈ എനർജി റൺസ് ഒക്കെ ആയിട്ട് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു പിച്ച് ഐക്യു. നമ്മൾ മറ്റൊരു എപ്പിസോഡ്, കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം, വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ ഒരു എപ്പിസോഡാണിത്. നമ്മളിവിടെ ആസ് യൂഷ്വൽ വിഷ്ണുവും തോമസും ഉണ്ട്. വേൾഡ് കപ്പ് ഒക്കെ കാണാൻ ടൈം കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? സമയം ഒരു കൺസേൺ ആണ്. നല്ല മത്സരങ്ങളൊക്കെ സ്ഥിരം രാത്രി 3:30 അങ്ങനെയുള്ള സമയത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും പറ്റുന്ന അത്രയും മാക്സിമം മാച്ചസ് കാണാറുണ്ട്. മിസ് ചെയ്യുന്ന ഗെയിംസിന്റെ ഹൈലൈറ്റ്സ് കാണാറുണ്ട്. ടൈമിംഗ് ഒരു വലിയ പ്രശ്നമാണ്. രാവിലെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എന്നാലും മാക്സിമം മേജർ കൺട്രീസിന്റെ കളിയൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഹൈലൈറ്റ്സ് എല്ലാത്തിനും കാണുന്നുണ്ട്. നോക്കൌട്ട്സ് ആകുമ്പോഴത്തേക്ക് എല്ലാം കാണണം എങ്ങനെയെങ്കിലും. ഓക്കെ, ഹോപ്പ്ഫുള്ളി അപ്പോഴേക്കും ഈ പറഞ്ഞ നല്ല ടീമുകളൊക്കെ ക്വാളിഫൈ ആകട്ടെ. ഞാനും അതാണ്, ഞാനും കൂടുതലും നല്ല സ്ട്രോങ് ടീംസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ടീംസിന്റെ കാണാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ ലക്കിലി 12:30, 1:30 റേഞ്ചിലാണ് വരുന്നത്. 9:30, 10:30, 6:30 സമയത്തൊക്കെ ഉള്ളത് കൂടുതലും ഒരു കളിയെന്തോ ബ്രസീലിനെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ കളികൾ വരാറില്ല. ഞാനും ഹൈലൈറ്റ്സ് കാണും, എല്ലാ കളികളുടെയും പറ്റുന്ന കളികൾ ലൈവ് കാണും. ഇന്നലെ ജർമ്മനിയുടെ കളിയും ഒക്കെ കണ്ടു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാം എന്തായാലും നമ്മുടെ നാട്ടിലും നല്ലൊരു ഓളത്തിലാണ് ആളുകൾ. നല്ലൊരു ആ ഒരു വേൾഡ് കപ്പ് ഇതിലാണ്. ഈവൻ ദോ കുറെ മാച്ചസ് ഉണ്ടെങ്കിൽ, അതെ, കുറെ മാച്ചസ് ഉണ്ടെങ്കിൽ പോലും എല്ലാരും എനിക്കൊന്നും നല്ലോണം കാണുന്നുണ്ട്. ആ ആപ്പില് ടോപ്പില് നമ്പർ ഓഫ് പീപ്പിൾ വാച്ചിങ്ങിന്റെ നമ്പറൊക്കെ അത്യാവശ്യം പ്രീമിയർ ലീഗിനെക്കാട്ടും കൂടുതലുണ്ട്. ആക്ച്വലി ഞാൻ ഈ യുണൈറ്റഡിന്റെ കളിയൊക്കെ കാണുമ്പം ടോപ്പ് റൈറ്റ് കാണിക്കുന്ന നമ്പറിനെക്കാട്ടും അത്യാവശ്യം കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു വേൾഡ് കപ്പ് ഫീവർ എന്തായാലും അത്യാവശ്യം നല്ലോണം ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്, എസ്പെഷ്യലി കേരളത്തില്. നമുക്കറിയാം, പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഫാൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അതും ഇതും ഒക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയും കൂടെ വന്നുകൊണ്ട് കുറച്ചുകൂടെ ഒരു വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന, നമ്മൾ ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പ് മാച്ചസ് എല്ലാ ടീമുകളുടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ജർമ്മനിയുടെ കളിയൊക്കെ കണ്ടു. ഉണ്ടാവും അല്ലെ, ലാസ്റ്റ് മിനിറ്റിൽ വിന്നർ അടിച്ചുകൊണ്ട് അവരെ ഐവറി കോസ്റ്റിന് നേരെ ജയിപ്പിച്ചു. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും കളികളുണ്ട്.
അപ്പം എല്ലാവർക്കും ഒരു തേർഡ് മാച്ചും എല്ലാം വരാനുണ്ട്. അപ്പം നമുക്കൊരു ഫസ്റ്റ് റൗണ്ട് ബേസ് ചെറുതായിട്ട് സെക്കൻഡ് റൗണ്ടിൽ കഴിഞ്ഞതും എല്ലാം കൂടെ കൂട്ടി നമുക്കിപ്പോഴാണൊന്ന് കൂടാൻ പറ്റിയത്. അതുകൊണ്ട് നമുക്കൊരു വിശകലനം നടത്താമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ വ്യൂവിൽ ആരാണ് നല്ലോണം കളിച്ചത്, ഏത് പ്ലെയർ ആണ് നമുക്ക് ഒരു നല്ല എന്താ പറയുക ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നിയത്, ഏതാണ് നിങ്ങളെ ഇംപ്രസ് ചെയ്ത ടീംസ്. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് തുടങ്ങാം. നമുക്ക് ആദ്യം മോസ്റ്റ് ഇംപ്രസീവ് പ്ലെയർ അല്ലെ, നമ്മുടെ ഹാലൻഡും കെയ്നും എംബാപ്പയും മെസ്സിയൊന്നും അല്ല. അത് നമുക്ക് വി ഓൾറെഡി നോ വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു. അതെ. നമുക്ക് ഈ പറഞ്ഞ തൊട്ട് അധികം നമ്മള് ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഒന്ന് നമ്മൾ കണ്ടേക്ക ആ പ്ലെയർ ആരാണ് എന്ന് തോന്നിച്ച ഒരു പ്ലെയറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഇഫ് ഇറ്റ്സ് ഫൈൻ, വിഷ്ണുവിന് ആരെയാണ് മോസ്റ്റ് ഇംപ്രസീവ് പ്ലെയർ ആയിട്ട് ഇത്തവണ, അതായത് ഇവൻ കൊള്ളാം എന്ന് തോന്നിയത്? ആക്ച്വലി കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നമ്മൾ ഇത്തവണ വേൾഡ് കപ്പിൽ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ സെൻട്രൽ മിഡ്ഫീൽഡർ ഫീലിക്സ് നെമേച്ച. അപ്പം ഞാൻ പുള്ളിയെ പറ്റി ബുണ്ടസ്ലീഗ ഫാൻസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ല പ്ലെയർ ആണ്. നമ്മൾ ജർമ്മനിക്ക് വേണ്ടി അധികം കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം 10 താഴെ മത്സരങ്ങൾ മാത്രമേ ഈ വേൾഡ് കപ്പിൽ അവൻ വേൾഡ് കപ്പിന് വരുന്നതിന് മുമ്പായിട്ട് നെമേച്ച കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരിക്കും പുള്ളിയെ ഒന്ന് കാണുന്നത് ഫസ്റ്റ് ഗെയിമാണ്, കുരസാവോ ജർമ്മനി ഫസ്റ്റ് മാച്ച് ായിരുന്നു. അപ്പം അതില് നമുക്കറിയാം ഓപ്പണിംഗ് ഗോൾ അടിച്ചത് തന്നെ അദ്ദേഹമാണ്. യെസ്. അപ്പം അന്നേരം അത് കഴിഞ്ഞ് 1-2 ചാൻസസ് പുള്ളി ക്രിയേറ്റ് ചെയ്തു. ഹി കെയിം ക്ലോസ് ടു സ്കോറിങ് അഗെയിൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രൊഫൈലാണ്, ബിക്കോസ് ഹി ക്യാൻ ഡു പ്രിറ്റി മച്ച് എവറിത്തിങ്. ആൻഡ് ഇൻ എ സമ്മർ വേർ എ ലോട്ട് ഓഫ് പ്രീമിയർ ലീഗ് ടീംസ് ആർ ലുക്കിംഗ് ഫോർ എ സെൻട്രൽ മിഡ്ഫീൽഡർ, ഐ തിങ്ക് ഹി ഹാസ് നൗ കൈൻഡ് ഓഫ് announced himself to say that like I'm here, I can do pretty much everything that most other midfielders can, and I might not have a Premier League tags also. അപ്പം പുള്ളി സ്പോട്ട് ലൈറ്റിൽ സ്വയം എത്തിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് ആയിരുന്നു 2 ഗെയിമിലും. നമുക്കറിയാം രണ്ടാമത്തെ കളി ഐവറി കോസ്റ്റിനെതിരെ ജർമ്മനി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. ഫൈനൽ ബോൾ ഉണ്ടാവാണ്, ഹി ടുക്ക് ഓൾ ദ ഹെഡ്ലൈൻസ്. ബട്ട് വിന്നർ വന്നത് നെമേച്ചയുടെ ഒരു കിഡിലൻ പാസിലൂടെ ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹി കൈൻഡ് ഓഫ് ടോപ്പ് ദിസ് പെർഫോമൻസ് വിത്ത് ദാറ്റ് പാസ്. അപ്പോൾ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ. എനിക്ക് തോന്നുന്നു കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഹിസ് സം സോഷ്യൽ മീഡിയ പോസ്റ്റ് ദാറ്റ് ഹി പുട്ട് അപ്പ് ഡ്യൂറിംഗ് ഹിസ് ടൈം അറ്റ് വുൾസ്ബർഗ് ആൻഡ് ഈവൻ അറ്റ് ഡോട്ട്മണ്ട്. പക്ഷെ അതല്ലാതെ ഓൺ ദ പിച്ച് ഹി ഹാസ് ഓൾവേസ് ബീൻ ലൈക്ക് എ ഗ്രേറ്റ് പെർഫോമർ. ആൻഡ് ഇഫ് ഹി ക്യാൻ ലൈക്ക് കണ്ടിന്യൂ ദിസ് പെർഫോമൻസ് ഇൻ ദ വേൾഡ് കപ്പ് and he'll get noticed by a lot of big clubs, a lot of scouts. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഹി കൻ അഡാപ്റ്റ് ടു ദ പ്രീമിയർ ലീഗ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഹി സ്പെൻഡ് 14 years വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി. അവരുടെ അക്കാഡമിയിലും അവരുടെ ഫ്രിഞ്ച് ആയിട്ടും ഒക്കെ 14 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾ ബുണ്ടസ് ലീഗിൽ വുൾസ്ബർഗിലേക്ക് പോകുന്നതും പിന്നെ ഡോട്ട്മണ്ടിലേക്ക് പോകുന്നതും. പക്ഷെ നമുക്കിപ്പോ വേൾഡ് കപ്പിൽ ഇപ്പൊ ഒരു ഇത്രയും വലിയൊരു സ്പെക്ടക്കിളില് ഇത്രയും ഇങ്ങനെ ഒരു പെർഫോമൻസ് കൊണ്ട് ഹി കൈൻഡ് ഓഫ് അനൗൺസ് ഹിംസെൽഫ് ആൻഡ് ഈസ് എ പ്ലെയർ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ. ആൻഡ് ആസ് എ ജർമ്മനി ഫാൻ ഓൾസോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്, വെരി എക്സൈറ്റിംഗ് ടാലന്റ് ടു ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, ഞാനും കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കളി. ഇന്നലെ ഈവൻ ഐവറി കോസ്റ്റ് നേരെയും ഐ തിങ്ക് ഹി വാസ് ദ വൺ ഹൂ ഗീവ് അല്ലെ, നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ആ പാസ്. വിന്നർ അടിച്ച ആ പാസ് അദ്ദേഹത്തിന്റെ ആയിരുന്നു. Yes, and I think even Undav is a nice player. Like the finishing is good. ഫെലിക്സ് നെമച്ചയാണ് വിഷ്ണുവിന് ഒരു ഐ ക്യാച്ചിങ് പ്ലെയർ ആയിട്ട് തോന്നിയത്. ഷുവർ ആയിട്ടും മറ്റു പ്ലേയേഴ്സ് ഉണ്ടെന്ന് അറിയാം. തീർച്ചയായിട്ടും ഒരുപാട് പക്ഷേ ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽസ് ഉണ്ട്. yes, പക്ഷെ നമുക്കിപ്പോ ഒരാളെയാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്ത് അതെ പറയേണ്ടത്. അതെ അതെ. അപ്പൊ പല ടീമുകളിലും കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ജനിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഇപ്പം തീർച്ചയായും നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ 2010 കണ്ടപ്പോൾ ജർമ്മനി ടീമിലെ ആ കുറച്ച് സ്റ്റാർസിനെ കണ്ടപ്പോൾ നമ്മളൊന്നും ഞെട്ടിയല്ലേ. നമ്മൾ അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഒസിലിനെയും ഖെദീരയും അങ്ങനെയുള്ള ടീമുകളെയൊക്കെ കണ്ടപ്പം ഇതൊക്കെ മുള്ളർ ഇതൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളൊരു അത്ഭുതമായിരുന്നു നമുക്ക് ആ സമയത്ത്. നമ്മൾ ആ പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അത്ര ഇപ്പൊ ഇന്നത്തെ കൂട്ട് ബുണ്ടസ് ലീഗയിൽ അത്ര ഒരു ആക്സസ് നമുക്ക് ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പൊ അത്രയ്ക്ക് അത്ഭുതമില്ല, എന്നാലും ബ്രേക്ക് ഔട്ട് സ്റ്റാർസ് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ വേൾഡ് കപ്പിൽ എനിക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ആയിട്ട് തോന്നിയത് ബ്രസീൽ മൊറോക്കോ മാച്ച് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം മൊറോക്കോയുടെ മിഡ്ഫീൽഡിൽ ഒരു പയ്യൻ, പുള്ളി വർഷങ്ങളായിട്ട് ഈ വേൾഡ് കപ്പിൽ
ഒരു 2-3 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു കളി. അപ്പൊ ഞാൻ വിചാരിച്ചു ആരാ മുടിയുണ്ട്, നമുക്ക് കാണാൻ പറ്റും, എടുത്ത് കാണാൻ പറ്റും അദ്ദേഹത്തെ. ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാല്, ഒരു ബ്രസീലിന്റെ ഒരു പ്രസ്സിംഗ് സമയത്ത് മൊറോക്കോയുടെ ലെഫ്റ്റ് ബാക്ക് ആണെന്ന് തോന്നുന്നു, ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ ഒരു പാസ് ഇദ്ദേഹത്തിന് കൊടുത്തു. ഓക്കെ, ഉം. ഇദ്ദേഹം പുള്ളിയെ വേറൊരാൾ പ്രസ് ചെയ്യുന്നുണ്ട് ബ്രസീലിന്റെ. ഇദ്ദേഹം ആ ബോൾ ഇദ്ദേഹത്തിന് അടുത്തോട്ട് വരുന്ന സമയത്ത് പുള്ളി കൈയടിച്ച് ആ പാസ് കൊടുത്ത ആളെ എൻകറേജ് ചെയ്തു. അതായത് ഇറ്റ് വാസ് എ ഗുഡ് പാസ് എന്ന് പറഞ്ഞ് മനസ്സിലായി. അതുവരെ പുള്ളിക്ക് സമയമുണ്ട്. പുള്ളിയെ പുറത്ത് പുറന്ന് പ്രസ് ചെയ്തോണ്ട് എന്നിട്ട് പുള്ളി ആ പാസ് എടുത്തോണ്ട് ബോൾ എടുത്തോണ്ട് അങ്ങ് പോയി. അപ്പം അത്രയും കാംനെസ് ആണ്. ഞാൻ വേറെ ആരെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ മൊറോക്കോ മിഡ്ഫീൽഡ് എഞ്ചിൻ ആയ അയൂബ് ബൊവാദി. അതെ. നിങ്ങൾ കണ്ടു കാണും, വളരെ യങ് ആണ്. പക്ഷേ 19 വയസ്സല്ലേ? 19 വയസ്സേ ഉള്ളൂ. ഓൾറെഡി മൊറോക്കോയുടെ ഗോ ടു പ്ലെയർ, അല്ലെങ്കിൽ അവരുടെ ടീമിൽ ആ ഒരു കാംനെസ് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ് അയൂബ് ബോവാദി. 5 ടൈം വേൾഡ് ചാമ്പ്യൻസ് ആയ ബ്രസീലിനെതിരെ കളിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ അത്രയും സ്ട്രോങ് അല്ല ബ്രസീൽ. പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് ഈസി അല്ലെ, ഒരു വേൾഡ് കപ്പ് സ്റ്റേജിൽ ഫസ്റ്റ് മാച്ച് തന്നെ ബ്രസീലിനെതിരെ വേൾഡ് കപ്പിൽ കളിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രഷർ ഗെയിം. പക്ഷെ അതൊന്നും കാണിക്കാതെ അദ്ദേഹം ആ ടോട്ടൽ ഗെയിമിന്റെ കൺട്രോൾ എടുത്തുകൊണ്ട് ഒരു ഭയവും കാണിക്കാതെ, എന്താ പറയാ, ഒരു അരഗൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ ഫ്ലാഷി സാധനങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പുള്ളി ആ കളി നിയന്ത്രിച്ചു. അധികം ട്രിക്സ് ഇല്ല. പുള്ളിയുടെ കളി ഹൈലൈറ്റ്സ് റീൽസിന് പറ്റിയതല്ല, ഇതൊന്നും അല്ല. പക്ഷെ ഇത് ഒരു ഫുട്ബോൾ അറിയാവുന്ന ഒരാൾ ഇപ്പൊ വന്ന് കളി കാണുകയാണെങ്കിൽ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ബവാദി പോലുള്ളൊരു പ്ലെയറിന്റെ കളിയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. വളരെ മച്ചുവേർഡ് ആണ്, വളരെ കമ്പോസ്ഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതിനകത്ത് വേറെ കീ പോയിന്റ് എന്ന് പറയാനുള്ളത്, ഇദ്ദേഹം കോൺസ്റ്റന്റ്ലി അവൈലബിൾ ആണ് പാസുകൾ റിസീവ് ചെയ്യാൻ. വിനീഷ്യസ് ജൂനിയർ അല്ലെങ്കിൽ കസമീറോ എന്നീ പ്ലേയേഴ്സിന് അടുത്ത് ചെല്ലുമ്പോൾ പോലും അവര് വരെ ഇദ്ദേഹത്തിന്റെ കളി കണ്ടിട്ട് ഓക്കെ ഇവൻ ഇത്തിരി നല്ല പ്ലെയർ ആണെന്ന് മനസ്സിലാക്കി അവർ വരെ ഹറീഡ് ആവുന്ന പല സിറ്റുവേഷൻസും ആ കളിയിൽ ഞാൻ കണ്ടു. ഐ തോട്ട് ഇറ്റ് മൈറ്റ് ബി എ ഫസ്റ്റ് മാച്ച് തിങ്, യുനോ, ഒരു കളിയിൽ ആദ്യത്തെ കളിയിൽ ഉണ്ടായ ഒരു പെർഫോമൻസ് ആയിരിക്കും ഇത്. അതുകൊണ്ടായിരിക്കും പുള്ളി ഇത്രയും കൺട്രോൾ എടുത്ത് കളിച്ചത്. മേ ബി ഹി വാസ് ട്രൈങ് ടു ഇംപ്രസ് ഹിസ് മാനേജർ ഓർ സംതിങ്. ബട്ട് സെക്കൻഡ് മാച്ചിൽ സ്കോട്ട്ലൻഡിനെതിരെ ഹി കൺഫേംഡ് ദാറ്റ് ഹീസ് ഹിയർ ടു സ്റ്റേ. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു. ഇഫ് ഇറ്റ് വാസ് എ ടൈറ്റ് മാച്ച് അഗൈൻസ്റ്റ് ബ്രസീൽ, ഇറ്റ് വാസ് പ്രെറ്റി മച്ച് കംഫർട്ടബിൾ ഈവൻ ദോ സ്കോട്ട്ലൻഡ് ഹാഡ് സം ചാൻസസ്. കളി സ്കോട്ട്ലൻഡ് ജയിക്കും എന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും തോന്നിയില്ലായിരുന്നു. വളരെ ഡോമിനേറ്റ് ആയിട്ട് തന്നെ പുള്ളി രണ്ടാമത്തെ കളിയിലും സ്കോട്ട്ലൻഡിനെതിരെ പെർഫോം ചെയ്തു. സോ നോ സർപ്രൈസ് ദാറ്റ് ക്ലബ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ സൈനിങ് ഹിം നൗ. പല ക്ലബ്സും ലിങ്ക്ഡ് ആണ്. ലില്ലിന് ഫ്രഞ്ച് ലീഗിലെ ലില്ലിന് വേണ്ടിയാണ് പുള്ളി കളിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഹീസ് ഗോയിങ് ടു ജോയിൻ ടോപ്പ് ക്ലബ് ദിസ് സീസൺ ഇറ്റ് സെൽഫ്, ഇഫ് ഐ എം നോട്ട് റോങ്. പല ക്ലബ്സും ലിങ്ക്ഡ് ആണ്. റയൽ മാഡ്രിഡ്, ആർസണൽ, യുണൈറ്റഡിന്റെ പേര് കേൾക്കുന്നുണ്ട്. സോ പലരും ലിങ്ക്ഡ് ആണ്. ആൻഡ് ഐ തിങ്ക് ഹീസ് വൺ ടു വാച്ച് ഫോർ ദിസ് വേൾഡ് കപ്പ് ആൻഡ് ഈവൻ ദ കമ്മിങ് സീസൺ. സോ അതാണ് എനിക്ക് ഇംപ്രസീവ് ആയി തോന്നിയ ഒരു പ്ലെയർ. ബുവാദി ഞാനൊരു വർഷം മുമ്പാണ് ഈ പേര് കൃത്യമായിട്ട് കേൾക്കുന്നത്. 1.5 വർഷം മുമ്പ്. ബിക്കോസ് ഇറ്റ് ഇസ് ഫസ്റ്റ് ലിങ്ക് ടു ആർസണൽ, നോട്ട് ബിക്കോസ് ഐ ഫോളോ ഫ്രഞ്ച് ലീഗ് ആസ് മച്ച്. അപ്പം ഫ്രഞ്ച് ലീഗിലെ ലീലിന്റെ പ്ലെയർ ആണ്. അന്നും ഒരു 17-16 വയസ്സെന്തോ തൊട്ട് തന്നെ പുള്ളി ടീമിൽ ഉണ്ടെന്ന് തോന്നുന്നു. 17 വർഷം കഴിഞ്ഞ 2-3 വർഷമായിട്ട് തന്നെ ലീഗ് വണ്ണിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. അഗെയിൻ ഇത്തിരി റഫ് ആയിരുന്നു, പക്ഷെ ഒരു റോ പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ പക്ഷേ 2-3 സീസൺ കോൺസ്റ്റന്റ്ലി കളിച്ച് ആൾ തെളിഞ്ഞിട്ടുണ്ട്. ആൻഡ് നൗ ഐ തിങ്ക് ഹീസ് കൈൻഡ് ഓഫ് റെഡി ഫോർ ദ ബിഗ് മൂവ്. അപ്പോ ഈ വേൾഡ് കപ്പിന് മുമ്പ് വരെ ഐ തിങ്ക് ആർസണൽ മാത്രം ഫോക്കസ് ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു. ഇവൻ ദോ അത് സ്കൗട്ട്സ് ആൻഡ് ക്ലബ്സ് were aware, they were not exactly like very excited about him. They were like much bigger profiles, പ്രീമിയർ ലീഗ് മിഡ്ഫീൽഡേഴ്സ് ആയ ആൻഡർസൺ, വാർട്ടൺ, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ആയിരുന്നു തോന്നുന്നു പ്രീമിയർ ലീഗ് ക്ലബ്സിന് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നത് അല്ലെ. മാത്തിയാസ് ഫെർണാണ്ടസ്, ടൊണാലി, ബ്രൂണോ ഗുമാരൈസ്, അവരിലൊക്കെ ആയിരുന്നു കുറച്ചുകൂടെ ഫോക്കസ് ഉണ്ടായിരുന്നു. പക്ഷെ നൗ ഐ തിങ്ക് ബുവാദി ഈസ് കൈൻഡ് ഓഫ് everyone is looking at Buadi now. And he's might not be as expensive as some of these Premier League players because Premier League tax, കാരണം Premier League clubs കുറച്ചുകൂടെ ഹൈ ആയിട്ടാണ് സെല് ചെയ്യുക. ലീൽ ചിലപ്പോൾ അത്രയും ഹൈ ഒരു പ്രൈസ് ടാഗ് ഇല്ല. ഫോർ ദ കൈൻഡ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ കോട്ടിംഗ് നൗ, 60-70 മില്യൺ വർത്ത് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Because he's only 19, he's only going to get better. There's no doubt about it.
ഐ തിങ്ക് വിച്ച് ലൈക്ക് ഏത് ടീമിലാണോ കളിക്കുന്നത് ആ ടീമിന് വളരെ നല്ലൊരു കാംനെസ് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെരി സഹായിക്കും. വെരി Like, വെരി കൂൾ ഹെഡഡ് ലെവൽ ഹെഡഡ് ആൻഡ് വെരി കാം പ്രസൻസ് ഇൻ മിഡ്ഫീൽഡ്. so yeah, he's going to be an asset for like whoever is going to buy him. തോമസിന് ആരാണ് തോന്നിയത് തോമസ്? ഈ കഴിഞ്ഞ ബുണ്ടസ്ലീഗ സീസണിലെ റുക്കി ഓഫ് ദ സീസൺ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട യാൻ ഡിയോമെൻഡെ ആണ് എനിക്ക് തോന്നുന്ന ഇംപ്രസീവ് പ്ലെയർ ഓഫ് ദിസ് വേൾഡ് കപ്പ്. ഓൺലി 2 മാച്ചസ് അദ്ദേഹം വളരെ ഇംപ്രസീവായിട്ട് നമ്മുടെ പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഡ്രിബിൾസും ഹൈ എനർജി റൺസ് ഒക്കെ ആയിട്ട് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞു. ഹി ഈസ് കംഫർട്ടബിൾ ഓൺ ബോത്ത് ഫീറ്റ്. ലെഫ്റ്റ് വിങ് ആണെങ്കിലും റൈറ്റ് വിങ് ആണെങ്കിലും ഈസ് ഈക്വലി കംഫർട്ടബിൾ. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സോ ഫസ്റ്റ് മാച്ച് വാസ് അഗേൻസ്റ്റ് ഇക്വഡോർ, ഐവറി കോസ്റ്റിന്റെ. സോ ഇൻ ദാറ്റ് മാച്ച് നമുക്കറിയാം വളരെ ക്വാളിറ്റി ഡിഫൻസ് ആണ് അവരുടെ. വില്യം പാച്ചോ, അതുപോലെ തന്നെ പീറി, ഹെൽക്കാപ്പി. അപ്പം അങ്ങനെയുള്ള ഡിഫൻസിനെതിരെ അദ്ദേഹം ഈ റിയലി ടെററൈസ് ദ സീൻ. എനിക്ക് തോന്നുന്നു ഈ എൻറ്റയർ ഫസ്റ്റ് റൗണ്ട് മാച്ചസിൽ ഏറ്റവും കൂടുതൽ ഇൻസൈഡ് ദ ബോക്സ് ടച്ചസ് വന്ന പ്ലെയറും ഡിയോമെൻഡെയാണ്. ഈവൻ ദ സെക്കൻഡ് മാച്ച് അഗേൻസ്റ്റ് ജർമ്മനി ഹി തറലി ഇംപ്രസ്ഡ്. എനിക്ക് തോന്നുന്നു ദേ ഹാവ് ടു ഡബിൾ ഡൗൺ ഓൺ ഹിം. അതായത് ജോഷുവ കിമ്മിച്ചിനെ കൂടാതെ ലെറോയ് സാനെയും കൂടി കുറെ നേരം ട്രാക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഈവൻ ദോ ഹി ഡിഡ് പ്രൊവൈഡ് ആൻ അസിസ്റ്റ് ഓൾസോ, ഈവൻ ദോ അൺഫോർച്ചുനേറ്റ്ലി ലോസ് ദ മാച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഹിസ് പ്രൈസ് ടാഗ് ഹാസ് ഗോൺ അപ്പ്. RB ലീപ്സിഗിന്റെ പ്ലെയർ ആണ്. ഹിസ് പ്രൈസ് ടാഗ് ഹാസ് ഗോൺ അപ്പ് ടു അറൌണ്ട് 100 million. സോ ക്ലബിനും അദ്ദേഹത്തിന്റെ വാല്യൂ അറിയാം. സോ ഈസ് എ ഫ്യൂച്ചർ സ്റ്റാർ. സോ ഹീസ് എ ഡെവലപ്പിംഗ് സ്റ്റാർ. കുറെ ഇംപ്രൂവ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഹീസ് ദ ബ്രേക്ക് ഔട്ട് സ്റ്റാർ ഫോർ മീ ഇൻ ദിസ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ അപ്പ് അണ്ടിൽ നൗ. ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമെൻഡെ. ഓക്കെ, വിഷ്ണുവും ശ്രദ്ധിച്ചാണോ അല്ലല്ലോ യാൻ ഡിയോമെൻഡെയുടെ കളി? ഞാൻ ഓൾറെഡി ലിവർപൂളുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നപ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്കത് ലിവർപൂളിന്റെ ലിങ്ക്സ് വെച്ചാണ് നമ്മൾ ഈ പ്ലെയറിനെ അറിയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്. നമ്മൾ ലീപ്സിഗ് ബുണ്ടസ്ലീഗ അങ്ങനെ ക്ലോസ്ലി ഫോളോ ആയതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹൈലൈറ്റ്സ് റീലൊക്കെ കാണുന്ന ലിവർപൂൾ ലിങ്ക്ഡ് ആയിട്ടുള്ളപ്പോഴാണ്. അവരുടെ മുഹമ്മദ് സാലയ്ക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് നോക്കുന്ന ഒരു പ്ലെയർ ആണ്. അവരുടെ റൈറ്റ് സൈഡിലേക്കാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. ദോ ഹി ക്യാൻ പ്ലേ ഓൺ ദ ലെഫ്റ്റ് ഇസ് വെൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രൊഫൈലാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് എ യൂണിക്കോൺ ഇൻ ദാറ്റ് സെൻസ്. ലൈക്ക് ഹി ബ്രിങ്സ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ്സ്, യുണീക് സ്കിൽ സെറ്റ്സ്. അപ്പോൾ ഈ സമ്മറിൽ അദ്ദേഹം മൂവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആൻഡ് ഹി ഈസ് കൈൻഡ് ഓഫ് എംഫസൈസിങ് ദാറ്റ് വിത്ത് ഹിസ് പെർഫോമൻസ് ഇൻ ദ വേൾഡ് കപ്പ്. ബിഗ് ക്ലബ്സ് ആർ നോട്ടീസിങ് ആൻഡ് ഹിസ് കൈൻഡ് ഓഫ് പുട്ടിങ് ഓൺ എ ഷോ ഫോർ ഹിസ് ടീം. സോ വെരി ഇൻട്രസ്റ്റിംഗ്. പ്രീമിയർ ലീഗിൽ വരികയാണെങ്കിൽ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്ലെയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്കത് തന്നെയാണ് തോന്നിയത്. എനിക്കും അദ്ദേഹം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തോട്ട് കുറച്ച് റഫാണ്. ആ ഒരു ഫൈനൽ തേർഡിലുള്ള സാധനങ്ങളൊക്കെ ഡയമണ്ട് ഇൻ ദ റഫ് അല്ലേ? അതെ അതെ, റഫ് ഡയമണ്ട് ആണ്. സോ കുറച്ച് എനിക്ക് തോന്നുന്നു 1-2 സീസൺ ഇപ്പൊ ലിവർപൂളിലാണ് വരുന്നതെങ്കിൽ കളിച്ചു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗുമായിട്ട് കുറച്ച് ഈസി ആയിട്ട് ജെല്ലാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ്. പിന്നെ സാലയെ റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു പ്രഷർ ഒബ്വിയസ്ലി കൂടുതലുണ്ടാകും. സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ഹൗ ഹി ഹാൻഡിൽസ് ദ പ്രഷർ. ഇപ്പോൾ ഫ്രീ ആണ്, കാരണം അദ്ദേഹം യങ് ആണ്. അദ്ദേഹം ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കുന്നു. വേൾഡ് കപ്പ് ആണെങ്കിൽ പോലും ആ ഒരു ഫ്രീ മൈൻഡിൽ കളിക്കാൻ പറ്റും. പക്ഷേ ലിവർപൂളിൽ വരുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഹൗ ഹി ഹാൻഡിൽസ് ദാറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും വേണ്ടാത്ത ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് ഒരു സീരിയസ് ടോപ്പിക്കാണ്. നമുക്ക് ഇനി ഒരു സീരിയസ് ഫേസ് അല്ലെങ്കിൽ വെച്ചിട്ട് ഇത്ര നേരം നമ്മൾ എക്സൈറ്റിംഗ് പ്ലെയറെ കുറിച്ച് സംസാരിച്ചു. ഇത് നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആയി നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേരെ കുറിച്ചാണ്, മെസ്സി, റൊണാൾഡോ. നമുക്കറിയാം എല്ലാവരും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പലരും ഡിസ്കസ് ചെയ്ത് പല തലങ്ങളിലോട്ട് എത്തി. ഹുവാവോ നെവേസിന്റെ ഗേൾ ഫ്രണ്ടിനെ വരെ തെറി വിളിച്ചുകൊണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ നടന്നു. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് 2 വ്യൂവിലുള്ള കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ മെസ്സി റൊണാൾഡോ കമ്പാരിസൺ പറയുന്നു, അതായത് ഹൂ ഇസ് ബെറ്റർ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ തോമസ്, ആസ് എ പോർച്ചുഗൽ ഫാൻ, ആസ് എ പേഴ്സൺ ഹു ഫോളോസ് റൊണാൾഡോ, ഇങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമുണ്ടോ? ഇല്ല, കമ്പാരിസൺ എന്ന് പറയുന്നത് പ്യൂർലി ഒരു ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ഐക്കൺസ് ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് ഫുട്ബോൾ നയിക്കുന്നതോ അല്ലെങ്കിൽ ഫുട്ബോൾ ഭരിക്കുന്ന 2 പ്ലെയേഴ്സ് ആണ്. ഇപ്പം ന്യൂ ജനറേഷനിൽ ഒത്തിരി പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. ലമീൻ യമാൽ,
അതുപോലെ തന്നെ എംബാപ്പെ അങ്ങനെ കുറെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ ഒരു ഓറ എന്ന് പറയുന്നത് സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇവൻ ന്യൂ ജനറേഷൻ ഫാൻസ് പോലും ഇവരെയാണ് ഫോളോ ചെയ്യുന്നതും. മാക്സിമം മാർക്കറ്റബിലിറ്റി ഉള്ള 2 പ്ലേയേഴ്സ് ഇവരാണ്. അപ്പോ ഇതൊരു കുറെ ഒരു ഫാൻ ബേസ്ഡ് ആയിട്ട് ഉണ്ടായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിലും ഉള്ള ഒരു സംഭവമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് മെസ്സി എന്നുള്ള ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പോലെയാണ്. അത് അങ്ങനെ അങ്ങ് ഉണ്ടായി വന്നതാണ്. ആൾക്കാർക്കൊരു രസം, ആൾക്കാർക്കൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷെ ചില സമയത്ത് അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെവസിന്റെ ഗേൾ ഫ്രണ്ടിനെ ഒക്കെ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, ഐ മീൻ കുറെ സൈബർ അറ്റാക്സ് ഒക്കെ അവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഗോയിങ് ബിയോണ്ട് യെസ്. പോയിന്റ് എന്ന് തോന്നുന്നു. ഇതിനകത്തൊരു പ്രശ്നം ചെയ്യും എപ്പോഴും നമ്മൾ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി കാര്യം പറയുമ്പോഴും ഈ അൾട്ടിമേറ്റ്ലി ആരാണ് ബെറ്റർ, രണ്ടുപേരും നല്ല ആൾക്കാരാണെന്ന് നമ്മൾ അൾട്ടിമേറ്റ്ലി നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് ആരാണ് നല്ലത്, മറ്റേ ആൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു രീതിയിലോട്ട് ഡിസ്കഷൻ പോകുമ്പോഴാണ് ഒരു മോശം ഇതിലോട്ട് അതെ അതെ പോകുന്നത്. കാരണം അതെ എന്നോട് തീർച്ചയായും. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ബോത്ത് ആർ great footballers. The only thing is, like, one guy has achieved a little bit like more than the other. So അവിടെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. അൾട്ടിമേറ്റ് പ്രൈസ് അല്ലേ, അതെ അൾട്ടിമേറ്റ് പ്രൈസ്. അതെ. അപ്പൊ അത് മെസ്സിയാണ് വേൾഡ് കപ്പ് ജയിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പേഴ്സണലി വിഷ്ണുവിന് തോന്നുന്നത് ഇവരെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് മെസ്സിയെ ആണോ റൊണാൾഡോ ആണോ കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ആൻസർ ഇസ് അപ്പാരന്റ്ലി ക്ലിയർ. ബട്ട് എനിക്ക് തോന്നുന്നത് റൊണാൾഡോയെ കുറച്ച് അധികം ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. തീർച്ചയായിട്ടും. ആക്ച്വലി മെസ്സിയും ഇതിലൂടെ തന്നെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം 2014 വേൾഡ് കപ്പ് ഫൈനൽ അവര് ജർമ്മനിയോടാണ് തോറ്റത്. അവർ ആക്ച്വലി കുറെ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ദേ വർ ദ ബെറ്റർ ടീം അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് 60 മിനിറ്റ്സ്. ഹിഗുവൈനൊക്കെ കുറച്ച് ചാൻസ് ഒക്കെ അടിച്ച് കളഞ്ഞു. നമ്മൾ പേഴ്സണലി അങ്ങനെ അറ്റാക്ക് ചെയ്യല്ല, കുറച്ച് പ്ലേയേഴ്സ് കുറച്ച് ചാൻസ് ഒക്കെ കളഞ്ഞു. ആൻഡ് ഹി ലോസ് ദ ഫൈനൽ. അപ്പോൾ ആൻഡ് ദെൻ ഹി വെന്റ് ഓൺ ടു ലൂസ് 2 കോപ്പ അമേരിക്കാസ് ഓൾസോ, ബോത്ത് ടു ചിലെ. അപ്പൊ അതിനുശേഷം അർജന്റീനയിലെ മെസ്സിക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ മെസ്സിക്കെതിരെ തിരിഞ്ഞ് അത്യാവശ്യം ട്രോളും ഉണ്ടായിരുന്നല്ലേ. അത്യാവശ്യം Yes. ട്രോള് മാത്രമല്ല, സ്റ്റാച്ചു ഒക്കെ അടിച്ച് പൊട്ടിച്ചു മെസ്സിയുടെ. അവിടുത്തെ മെസ്സിയുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ ഫാൻസ് ഇയാള് യൂറോപ്യൻ ക്ലബ്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമേ കളിക്കുന്നുള്ളൂ. ഇയാള് അർജന്റീനയ്ക്ക് വേണ്ടി ഇയാള് ഫുൾ പെർഫോമൻസ് എടുക്കുന്നില്ല, ഇയാൾ ഉണ്ടായിട്ട് നമുക്കൊന്നും ജയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആളെ നമുക്ക് വേണ്ട, നമുക്ക് ടീമിന് വേണ്ടി കളിക്കുന്ന ആൾക്കാരെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അറ്റാക്ക് മെസ്സി നേരിട്ടിട്ടുണ്ട്. ഫ്രം ദെയർ ഹി കൈൻഡ് ഓഫ് വെന്റ് ഓൺ ടു വിൻ 2 കോപ്പ അമേരിക്കാസ് ആൻഡ് ദെൻ ഫൈനലി ക്ലിഞ്ച് ദ ലാസ്റ്റ് വേൾഡ് കപ്പ്. അപ്പൊ അതോട് ആൻഡ് യു നോ ഹൗ റിലീവ്ഡ് ഹി വാസ്, റൈറ്റ്? ഹി ഹാസ് Yes. വൺ പ്രിറ്റി മച്ച് എവറിത്തിങ് ഇൻ ക്ലബ് ഫുട്ബോൾ and multiple times in all the Ballon d'Ors and all those solo trophies and all he's won many times. But for him, the World Cup was the ultimate prize too. And Like, I and think it is a relief. It is അദ്ദേഹത്തിനും more than happiness. It was just, he was just, okay, and റിലീഫ്. now I've Relief. done it. ആ ഒരു kind of that satisfaction to say that, like, you know, this is where I have to be, this is what I have to achieve. ആ ഒരു I think Ronaldo also has that, even if he doesn't admit it openly. He might have said that, like, I've won everything and all that. അദ്ദേഹം അടിച്ചിട്ടുണ്ട്, അദ്ദേഹം യൂറോ അടിച്ചിട്ടുണ്ട്, നേഷൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ദി അൾട്ടിമേറ്റ് പ്രൈസ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ദ വേൾഡ് കപ്പ്. ഒരു പ്ലെയറെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് പണ്ടച്ച് ചിലപ്പോൾ ജഡ്ജ് ചെയ്യില്ലായിരിക്കാം, പക്ഷെ ഒരു വൈഡർ പബ്ലിക് ഓൾവേസ് ഒരു വേൾഡ് കപ്പ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ജഡ്ജ് ചെയ്യാറായിരിക്കും. ദാറ്റ്സ് ഹൗ മറഡോണ ബിക്കേം എ ലെജൻഡ്, ദാറ്റ്സ് ഹൗ പെലെ ബിക്കേം എ ലെജൻഡ്. അപ്പോൾ അത് നമ്മളെപ്പോഴും, ഈവൻ സിദാൻ ഫോർ ദാറ്റ് മാറ്റർ, ഐ ഷുഡ് ആഡ് സിദാൻ ഓൾസോ, അത് എപ്പോഴും റൊണാൾഡോയ്ക്ക് ആ ഒരു സാധനം മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അദ്ദേഹം ഈ വേൾഡ് കപ്പ് അടിക്കാനായിട്ട് അദ്ദേഹം വളരെ ഡെസ്പറേറ്റ് ആയിരിക്കും, ഈവൻ ദോ ഹി ഡസന്റ് ഓപ്പൺലി അഡ്മിറ്റ്. അതിൽ യാതൊരു സംശയമില്ല, അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. ഐ തിങ്ക് ഫിസിക്കലി ഹീസ് നോട്ട് ഹൂ ഹി വാസ് എനിമോർ. അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും അത് നന്നായി ഫെയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നൗ ഹി ഡസന്റ് പ്ലേ ഇൻ എ വെരി ഫിസിക്കലി ഡിമാൻഡിങ് ലീഗ് എനിമോർ. And he's rest enough. His focus is actually the national team. എന്നാലും you have to be physically there. 41 വയസ്സുള്ള ഒരാൾക്ക് എസ്പെഷ്യലി USA പോലൊരു സ്ഥലത്ത്, ഹോസ്റ്റൈൽ കണ്ടീഷൻസ് ഫോർ ഹിം ആസ് വെൽ, വെദർ ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും, ഹി കാണ്ട് എക്സേർട്ട് ഹിംസെൽഫ് ഫിസിക്കലി. ഹീസ് ജസ്റ്റ് നോട്ട് ദെയർ. അതാണ് നമുക്ക് ആദ്യത്തെ മത്സരം കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയത് അതാണ്. So he needs to bounce back, and I hope he bounces back. അത് വേൾഡ് കപ്പ് ജയിക്കണോ അങ്ങനെയൊന്നും അല്ല. I hope he can put on a performance which Yes. kind of matches his talent, his stature. അത് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ തോമസിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വെച്ചാൽ, ഒന്ന് ഈ മെസ്സി റിലീവ്ഡ് ആണെന്ന് പറയുന്നൊരു, നമ്മൾ ആ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഹി വാസ് റിലീവ്ഡ് എന്ന് പറയുന്നത്
അതിനകത്ത് 2-3 കാര്യങ്ങൾ ഉണ്ടായിരിക്കാല്ലേ. ഒന്ന് ഈ പറഞ്ഞ തൊട്ട് അദ്ദേഹം ഫേസ് ചെയ്ത ബാക്ക്ലാഷ്, അല്ലെങ്കിൽ ഒന്നും ജയിച്ചിട്ടില്ല, അർജന്റീനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ബാർസലോണയ്ക്ക് വേണ്ടി മാത്രമേ കളിക്കുള്ളൂ എന്നുള്ളിടത്ത് നിന്ന് 2 കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും ജയിച്ചപ്പോൾ ഉള്ള റിലീഫ്. പ്ലസ് ഹി നോസ് ദാറ്റ് നൗ ഐ ആം ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്. അല്ലെങ്കിൽ ഇനി റൊണാൾഡോ വേൾഡ് കപ്പ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അത് ഞാൻ നേടി. ആ ഒരു പേഴ്സണൽ കമ്പാരിസണിലും പുള്ളി ജയിച്ചു എന്നൊരു റിലീഫ് എന്തായാലും അദ്ദേഹത്തിനും കാണും. കാരണം ആ ഒരു കമ്പാരിസൺ ഇവർ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ അത് എന്തായാലും മെന്റലി ബാധിക്കും. ഈവൻ ദോ മെസ്സിക്ക് ഇത്തിരി കുറവായിരിക്കാം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യനാണ് പുള്ളേ. അപ്പോൾ എന്തായാലും ആ ഒരു ഒരു ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഈഗോ, അതെന്തായാലും വർക്കൗട്ട് ആവും. അപ്പൊ എനിക്കൊന്ന് മെസ്സിക്ക് അതും കൂടെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അതിനകത്ത് ആണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആ റിലീഫ് ആയിരിക്കാം ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ഹിം പെർഫോം ബെറ്റർ അല്ലേ. ഹിസ് Now, പെർഫോമൻസ് yes, ഹാവ് ഇംപ്രൂവ്ഡ് കമ്പയർഡ് ടു yes. ലാസ്റ്റ് വേൾഡ് കപ്പ്. He's playing with freedom now. So Uh-huh. basically, there is no pressure for him. Whereas Ronaldo is under immense pressure. So ഞാനത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കഷൻ വേറൊരു ലെവലിൽ പോയേനെ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പം അതാണ് നമ്മൾ ആ ഒരു ഫൗള് നമ്മൾ കണ്ടായിരുന്നു മെസ്സി ചെയ്ത് നമ്മുടെ ആ ഒരു ഓപ്പോസിഷൻ പ്ലെയറിന്റെ കാഫിലല്ലേ, അവിടെ ആ ഒരു ഭാഗത്ത് അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡെങ്കിലും കൊടുക്കേണ്ടിടത്ത് ഒരു കാർഡ് പോലും കൊടുക്കാതെ നിന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇതായിരുന്നു. അപ്പം ഈ തോമസിന് എന്താന്ന് തോന്നുന്നത്, ആ ഒരു മെസ്സി ആയതുകൊണ്ടാണോ അതൊരു കാർഡിൽ അവസാനിക്കാഞ്ഞ് ആ റെഫറീസ് ഫേവറിങ് മെസ്സി? അങ്ങനെ ഒരു ഫിഫ ആൻഡ് റഫറീസ് ഫേവറിങ് മെസ്സി എന്നുള്ള നറേറ്റീവ് വളരെ കാലമായിട്ടുള്ളൊരു നറേറ്റീവാണ്. അത് മേ ബി റൊണാൾഡോ ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽസ് കുറെ പേരായിരിക്കാം പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വേൾഡ് കപ്പിലും കുറെ ഇൻസിഡൻസ് ഇൻസ്റ്റയിലും ഒക്കെ അവർ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഐ തിങ്ക് പ്രോബ്ലി സം മാച്ചസ് അഗേൻസ്റ്റ് നെതർലാൻഡ്സ്, ഇങ്ങനെ കുറെ റെഫറി ബീങ് വെരി ലീനിയൻ ടുവേർഡ്സ് മെസ്സി പർട്ടിക്കുലർലി. മേ ബി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് അടിക്കാൻ ഉള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഇവരിത് ചെയ്യുന്നത്. സോ ഐ തിങ്ക് വെൻ ഇറ്റ് കംസ് ടു മെസ്സി ദേ ടേക്ക് എ സോഫ്റ്റ് കോൾ, അല്ലെങ്കിൽ ദേ മോർ ലീനിയന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ റൊണാൾഡോയ്ക്കെതിരെ എല്ലാ ഡിസിഷൻസും ഹാർഷാന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ബട്ട് ഇങ്ങനൊരു നറേറ്റീവ് ഉണ്ട്. അതിപ്പോ ഞാൻ പേഴ്സണലി അതിനെ എൻഡോസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുക അത് കാരണമാണ് മെസ്സി വേൾഡ് കപ്പ് അടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് മേ ബി അവരൊരു കുറച്ച് ലീനിയന്റ് ആയിട്ട് കുറെ ഡിസിഷൻസ് മെസ്സിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ദിസ് വാസ് ഓൾസോ അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡ് കൊടുക്കായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് റെഫറി കണ്ടിട്ടില്ലാത്തതെന്ന് തോന്നുന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത്, മെസ്സി റൊണാൾഡോ കമ്പാരിസൺ വരുമ്പം ഇവരുടെ സ്കിൽ സെറ്റ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മെസ്സി ഈസ് മോർ ഓഫ് എ ഡ്രിബിളർ, ക്രിയേറ്റർ. കുറച്ചുകൂടെ ഏജ് അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് അല്ല മെസ്സിയുടെ. ഇറ്റ്സ് മോർ ഓഫ് ഫുട്ബോളിംഗ് സ്കിൽ സെറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഫുട്ബോളിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ സ്കിൽ സെറ്റ്സ് ആണ്. പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി, വിഷൻ, അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ്, അങ്ങനെ കണക്ടിങ് പ്ലേ, അതൊക്കെയാണ് പാസിംഗ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്സ് എന്ന് പറയുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറ്റ്സ് മോർ ഓഫ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്. അദ്ദേഹത്തിന്റെ ലീപ്പിംഗ്, അതായത് പുള്ളിയുടെ ഹെഡേഴ്സിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊവസ്, അതുപോലെ തന്നെ റൺസ്, സ്പീഡ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ അട്രിബ്യൂട്ട്സ്. അത് ഏജിനനുസരിച്ച് അത് കുറച്ച് അഫക്റ്റഡ് ആവുന്ന അട്രിബ്യൂട്ട്സ് ആണ്. ഇപ്പം 25-ാമത്തെ വയസ്സിലോ 30-ാമത്തെ വയസ്സിലോ അദ്ദേഹത്തിന്റെ പീക്കിലുള്ള ഫിസിക്കൽ അട്രിബ്യൂട്ട്സ് അല്ല 41-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഉള്ളത്. ഇപ്പോൾ ഈവൻ ദോ ഈസ് ട്രൈങ്, ഈസ് എ ഗുഡ് ഷേപ്പ്, എവറിത്തിങ് ഈസ് ഓൺ ഫിറ്റ്നസ് വൈസ് എല്ലാം അദ്ദേഹം ഓൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഏജ് ഈസ് ഓൾവേസ് ആൻ ഇമ്പാക്ട് ഓൺ ദ അട്രിബ്യൂട്ട്സ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതൊരു വലിയ പ്രശ്നമാണ്. സോ അറ്റ് 41 അദ്ദേഹത്തിന്റെ അട്രിബ്യൂട്ട്സ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മാർട്ടിനസ് നോക്കേണ്ടത്. സോ വെൻ ഇറ്റ് കംസ് ടു ദ ലാസ്റ്റ് മാച്ച്, കോങ്കോയ്ക്കെതിരെയുള്ള ലാസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉപയോഗിക്കുകയാണെങ്കിൽ ദേ ഷുഡ്, ഇഫ് ഹീസ് പ്ലേയിങ്, ദ എൻറ്റയർ ടീം ഷുഡ് പ്ലേ അക്കോർഡിംഗ് ടു ഹിസ് സ്ട്രെങ്ത്സ്. കാരണം അദ്ദേഹം ലോൺ സ്ട്രൈക്കറായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഉള്ള സ്ട്രെങ്ത്സ് ആണ് ഹെഡിങ്, അതുപോലെ തന്നെ ഈ ടാപ്പിൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഐ തിങ്ക് entire midfield, even though they are called the best midfield in the World Cup, the services to Ronaldo was very less. എനിക്ക് തോന്നുന്നു ബോൾസ് ഒക്കെ അവർ കുറെ ബോൾസ് റൊട്ടേറ്റ് ചെയ്ത് അലോങ് ഒരു PSG മോഡലിലുള്ള ഒരു കളിയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. കുറെ ബോൾസ് സൈഡ് വൈസ് കൊടുക്കുന്നു, ഒരു സിസ്റ്റം പ്ലേ ആണ് അവർ കളിച്ചത്. സോ ദേ വെർ നോട്ട്
giving that service to Cristiano Ronaldo. Cristiano Ronaldo സംബന്ധിച്ചോളം സെൻട്രലിലേക്ക് ഡ്രോപ്പും ചെയ്ത് ബോൾ എടുത്ത് കളിക്കാന്നൊക്കെ പറയുന്നത് ഫോർ ഹിസ് ഏജ് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ഇഫ് യു ആർ പ്ലേയിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആസ് യുവർ ലോൺ സ്ട്രൈക്കർ, യു ബെറ്റർ പ്ലേ അക്കോർഡിംഗ് ടു ഹിസ് സ്റ്റൈൽ ബിക്കോസ് ഹി ഈസ് എ ലെജൻഡ്. അതർവൈസ് ഹി ഷുഡ് നോട്ട് സ്റ്റാർട്ട്. അദ്ദേഹത്തിന്റെ അട്രിബ്യൂട്ട്സിന് പറ്റിയ ഒരു ഗെയിമാണ് സൂപ്പർ സപ്പായിട്ട് മേ ബി 20 minutes കളിക്കുക, സോ ദാറ്റ് ഹി ക്യാൻ ബി ഇൻ ഫുൾ സ്ട്രെങ്ത്, ഫുൾ സ്പീഡിൽ കളിക്കാൻ പറ്റുന്നത്. മേ ബി കുറച്ചുകൂടെ സ്ട്രൈക്കറിന് സെൻട്രൽ ഫോർവേഡ് റോളിലോട്ട് പുള്ളിക്ക് വന്ന് കളിക്കാൻ പറ്റും. സോ ബ്രൂണോയുടെ പിന്നെ വേറെ എനിക്കൊന്ന് ലാസ്റ്റ് മാച്ചിലെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോയുടെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ബ്രൂണോ മാത്രമല്ല, ബെർണാർഡോ സിൽവ, ബ്രൂണോ, ന്യൂനോ മെൻഡസ്, വിറ്റീഞ്ഞ, എൻറ്റയർ അറ്റാക്കിംഗ് പെർഫോമൻസ് എക്സെപ്റ്റ് ഫോർ കോൺസിയാവോ, അദ്ദേഹം തിരിച്ച് സബായിട്ട് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ പ്രിറ്റി വെരി ബിലോ ആവറേജ് പെർഫോമൻസ് ബൈ ഓൾ ദീസ് പീപ്പിൾ. സോ ഈവൻ ദോ ദ ബ്ലെയിം അൾട്ടിമേറ്റ്ലി ഗോസ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഫാൻസും കുറെ ഇറിറ്റേറ്റഡ് ആയത്. അതുപോലെ തന്നെ ഈ മിഡിൽ നിന്നുള്ള കളി ഭയങ്കര മോശമായിരുന്നു. ഐ തിങ്ക് ബ്രൂണോ, പിന്നെ ബ്രൂണോയുടെ പെർഫോമൻസിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് കം ഇൻ ആസ് ദ പ്രീമിയർ ലീഗ് റെക്കോർഡ് സ്കോറർ ഇൻ ടേംസ് ഓഫ് അസിസ്റ്റ്. അങ്ങനെ ഒരു റെക്കോർഡുമായിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഐ തിങ്ക് ഹി ഹാസ് ഹാർഡ്ലി പുട്ട് ഇൻ എനി അസിസ്റ്റ് ടു റൊണാൾഡോ ദ എൻറ്റയർ മാച്ച്. So entire blame on Ronaldo for this performance is not just entire team has underperformed. Next match നമുക്ക് നോക്കാം how they adjust and play. എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് ഈ ഒരു നറേറ്റീവ്, എനിക്ക് തോന്നുന്നു പല തിയറീസ് ഉണ്ട്. അതില് എനിക്ക് തോന്നുന്നു മെസ്സി റൊണാൾഡോ ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് ഫിഫയ്ക്കും TV ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്കും ബെറ്റിംഗ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. And to an extent, Neymar also. Neymar's selection. I don't think he's going to start any games. And even if he comes back, I don't think he's physically anywhere near to a level you have to play for a national team at this level. He doesn't look fit also. He looks like kind of... Yeah, we've seen videos where he's huffing and puffing after a couple of dribbles and all for his club. He's struggling there as well. അപ്പോൾ അങ്ങനെ ഒരാള് കയറി സ്റ്റാർട്ട് ചെയ്ത് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ചിലപ്പോൾ 10 minutes ഒക്കെ ഇറക്കുമായിരിക്കും വെൻ ബ്രസീൽ ഈസ് ലീഡിങ് ഓർ സംതിങ്. ഹി മൈറ്റ് ഹാവ് സം മൊമെന്റ്സ് ഓഫ് മാജിക് ആൻഡ് ഓൾ. ആ ടാലന്റ് എവിടെയും പോയിട്ടില്ല, ബട്ട് ഫിസിക്കലി ഈസ് ജസ്റ്റ് നോട്ട് ദെയർ. ഇൻ എ വേ നമുക്ക് റൊണാൾഡോയുടെ മെസ്സിയുടെ കാര്യം പറയുമ്പോഴും ഐ തിങ്ക് ദർ ഇസ് സം സോർട്ട് ഓഫ് ലോട്ട് ഓഫ് കോൺസ്പിറസി തിയറീസ് അതെ. അതായത് ഇവർ തമ്മിൽ ഇതുവരെ ഒരു വേൾഡ് കപ്പ് മാച്ച് വന്നിട്ടില്ല. ഇപ്പം പോർച്ചുഗലും അർജന്റീനയും അവരവരുടെ ഗ്രൂപ്പുകൾ ടോപ്പ് ചെയ്താൽ ക്വാർട്ടർ ഫൈനലിൽ ഇവർ തമ്മിലൊരു ക്ലാഷ് വരാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫസ്റ്റും സെക്കൻഡുമായിട്ട് ഫസ്റ്റും സെക്കൻഡുമായിട്ട് ക്വാളിഫൈ ചെയ്ത ഫൈനലിൽ ഇഫ് എവരിവൺ പ്രോഗ്രസസ് വെൽ ഫൈനലിൽ ഇവർ തമ്മിൽ ഒരു ക്ലാഷ് വരാം. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഫിഫ ആൻഡ് എവരിവൺ ഇൻവോൾവ് ഇത്തവണ ഒരു അറ്റംപ്റ്റ് നടത്തും എന്നൊരു ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. കാരണം ഇറ്റ്സ് നെവർ ഹാപ്പൻ ബിഫോർ ആൻഡ് ദേ വോണ്ട് പ്ലേ അനദർ വേൾഡ് കപ്പ് അഗെയിൻ. സോ ഇറ്റ് ഹാസ് ടു ബി നൗ. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ, ഇറ്റ് ഹാസ് ടു ബി നൗ. അപ്പോൾ അങ്ങനെ ഒരു തിയറി ഉണ്ട്. സോ മെസ്സിയുടെ ഇൻസിഡന്റ് വാസ് വെരി സസ്പെക്ട് ബിക്കോസ് ഒരു യെല്ലോ പോലും കൊടുത്തില്ല, ഒന്നുകൂടെ നോക്കിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി സസ്പെക്ട് ബിക്കോസ് ദേ ഹാഡ്. ഇതിപ്പോ നമ്മളൊരു സിനിമ പോലെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാമല്ലോ. നമ്മള് ഏട്ടനെ ഒക്കെ വെച്ചൊരു പടം ഇറക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ ഏട്ടനെ തട്ടി കഴിഞ്ഞാൽ ഏട്ടൻ ഫാൻസ് ഏട്ടനെ വെച്ചിട്ട് ഏട്ടന്റെ പടമാണെന്നും പറഞ്ഞ് ഇറക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ തട്ടിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഒരു മെസ്സിയെ വെച്ചിട്ട് മാച്ച് കാണിച്ചിട്ട് 35 കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എങ്ങനെയാവും. അപ്പോ എന്ന് പറയുന്ന പോലെ ഐ തിങ്ക് ഇറ്റ് അപ്ലൈസ് ടു റൊണാൾഡോ ഓൾസോ ടു ആൻ എക്സ്റ്റെന്റ്. ഐ തിങ്ക് റൊണാൾഡോ സെൻഡ് ഓഫ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ അതുപോലത്തെ അലമ്പ് കാണിക്കണം, ഇടിച്ച് മൂക്ക് വരത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഈ 2 സൂപ്പർ സ്റ്റാർസിന് റെഡ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. ആൻഡ് മേ ബി ദേ ആർ റൈറ്റ് ടു ആൻ എക്സ്റ്റെന്റ്. ഞാൻ ഐ എം നോട്ട് സെയിങ് ദാറ്റ് എവരിതിങ് ഇസ് ഫിക്സ്ഡ്, മാച്ചസ് ആർ ഫിക്സ്ഡ് അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് സ്പോർട്സ് ഫിക്സിംഗ് ഉണ്ടെന്നല്ല. പക്ഷെ ഇവര് പിച്ചിൽ ഉണ്ടാവാൻ ഒരു 2 സൂപ്പർ സ്റ്റാർസും ടു ആൻ എക്സ്റ്റെന്റ് പിച്ചിൽ ഉണ്ടാവാൻ എന്നുള്ളത് ഫിഫയുടെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പം അവരെ ഇറക്കാനായി മാനേജേഴ്സിന് പ്രശ്നമൊന്നും കൊടുക്കൂല. പക്ഷെ അവര് പിച്ചിൽ ഉണ്ടെങ്കിൽ അവര് ഉണ്ടാവാൻ ഉള്ള ഒരു സാധനം ചിലപ്പോ ഐ ഡോണ്ട് നോ എന്തെല്ലാം രീതിയിൽ ഇത് എത്ര ഡീപ്പായിട്ട് ഇത് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഇൻസിഡൻസ് കാണുമ്പോൾ വി കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് ഓക്കെ മേ ബി ദർ സംതിങ് ഇൻ ഇറ്റ് എന്ന് നമുക്ക് തോന്നിപ്പോവാം. അപ്പൊ അതെനിക്ക് ഈ ഇൻസിഡൻസ് കാണുമ്പോൾ തോന്നാറുണ്ട്. ഹോളിവുഡ് ലൊക്കേറ്റ് ചെയ്യുന്ന രാജ്യത്ത് വെച്ചാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പൊ നമുക്കത് എന്താ പറയാ, And let's not forget that Messi plays in the MLS. He went there as their poster boy. അവര് നെയ്മാറിനെയും റൊണാൾഡോയും മെസ്സി എല്ലാം വിളിച്ചിരുന്നു. അവർക്ക് മെസ്സിയെ മാത്രമേ അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. And they protect him in the league games. അവര് വളരെ സെലക്ടഡ് ആയിട്ടാണ് പുള്ളി അവിടുത്തെ ലീഗ് മാച്ചിൽ കളിക്കുക.
he's there to make that sport popular. He's their poster boy. So maybe there is some sort of, he can't go out, he can't get a red card when the poster boy ഫസ്റ്റ് can't go മാച്ച് out like ഇറ്റ്സെൽഫ്. that. അപ്പൊ അത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരത് അനുവദിക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നു മെസ്സി US എനിക്കതാണ് കളിക്കുന്നതിന് ഒരു എനിക്കും കംഫർട്ട് മെസ്സിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ഹാസ് പ്ലേഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദീസ് അതെ അതെ ഗ്രൗണ്ട്സ്. yes, കാരണം യൂഷ്വലി ബാക്കി പ്ലേയേഴ്സ് ഹീസ് ഒന്നും ഫെമിലിയർ വിത്ത് എക്സ്പോസ് ഓൾ ദി ഗ്രൗണ്ട്സ് അല്ലാത്തൊരു ആൻഡ് ഈസ് മേജർ പ്ലേയേഴ്സ് ഒന്നും എക്സ്പോസ് അല്ലാത്തൊരു എൻവിറോൺമെന്റ് ആണല്ലോ. സോ ഈസ് വെരി കംഫർട്ടബിൾ. അതിന്റെ ഒരു കംഫർട്ട് അതെ ഫസ്റ്റ് മാച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ അതെ യൂഷ്വലി കളിക്കുന്ന ഒരു പിച്ച് കളിക്കുന്നതിന്റെ ഒരു ഇത് കാണാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ആൻഡ് ബാക്ക് തോമസ് പറഞ്ഞ പ്രാക്ടീസ് ഒരു പോയിന്റോട് ആഡ് ഓൺ ചെയ്യാനാണ്, ഇവര് നെക്സ്റ്റ് ഇനി ആര് എന്നുള്ള രീതിയിൽ ഇവർക്ക് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ നെക്സ്റ്റ് ഗായ്. നമ്മൾ എംബാപ്പെ, യമാൽ എന്നൊക്കെ പറഞ്ഞാലും ഈ റൊണാൾഡോ, മെസ്സി പോപ്പുലാരിറ്റി അവർക്കുണ്ടോ? എനിക്ക് സംശയമാണ്. അവർക്ക് വരാൻ സാധ്യതയുണ്ടോ? അതും സംശയമാണ്. എനിക്കും തോന്നുന്നു. അപ്പോ ഇവര് ഉള്ളത് മാക്സിമം ഇവർ ഉള്ളത് ഒന്നിടത്തോളം. ഹാലൻഡിനാണ്. പക്ഷെ ഹാലൻഡ് ഇസ് പ്ലേയിങ് ഫോർ നോർവേ അല്ലെ, അതെ അതെ അത്ര അതെ. സ്ട്രോങ് ടീമും അല്ല. ബാലൻഡോറിന്റെ തന്നെ ആ ഒരു വാല്യൂ അല്ല, അതിന്റെ ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ട് പറഞ്ഞു 2022 കഴിഞ്ഞിട്ട് പോയി. 2021 അല്ലേ ലാസ്റ്റ് മെസ്സിക്ക് കിട്ടിയത്. അതെ അതെ. ഇവര് now that they are no longer in റീസ് contention. അപ്പോ റൈവൽറി പോയതോടുകൂടി അതെ അതെ. നത്തിങ് അഗൈൻസ്റ്റ് ഡെംബലെ ആൻഡ് ഓൾ, ബട്ട് സ്റ്റിൽ ഡെംബലെ ഒന്നും ജയിച്ചപ്പോ ആ ഒരു അതെ, ബഹളം അല്ലെങ്കിൽ ആ ഒരു ഈവൻ റോഡ്രി or ഡെംബലെ അതെ it didn't have that exact thing. പക്ഷെ ഞാൻ വിചാരിച്ചു Even എനിക്ക് 2022 Vinicius is തോന്നുന്നു another വരെയൊക്കെ player ഇത് they're trying to project. നിൽക്കത്തുള്ളായിരിക്കും. ഞാൻ 2022 24 വരെയൊക്കെ ഇത് ഇവര് MLS പോയി കഴിയുമ്പോൾ ഇത് പയ്യെ അണഞ്ഞു വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഇറ്റ്സ് നോട്ട് ഹെൽത്തി ആക്ച്വലി. ഇത്ര ഏജ് ആയിട്ടുള്ള രണ്ടുപേരെ തന്നെ ഈ ഇപ്പോഴും ഇത് ചെയ്യാന്ന് പറയുന്നത് ഹെൽത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ഐഡിയൽ. അതെ. എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ഇറ്റ്സ് നത്തിങ് അഗൈൻസ്റ്റ് ബോത്ത് ഓഫ് ദീസ് ഗ്രേറ്റ് പ്ലേയേഴ്സ്, ലൈക്ക് എസ്പെഷ്യലി അഗൈൻസ്റ്റ് നോട്ട് അഗൈൻസ്റ്റ് റൊണാൾഡോ. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് റിട്ടയർഡ് സം ടൈം ബാക്ക്. അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യില്ലെന്നല്ല പറഞ്ഞ്, എന്നെ തെറ്റിച്ചുകൊണ്ട് ചിലപ്പം വൻ കളി കളിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലൈക്ക് തോമസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ആട്രിബ്യൂട്ട്സ് എവിടെയൊക്കെയോ കുറഞ്ഞ പോലെ അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി കളിച്ച ഒരു ലെജൻഡാണ്. അപ്പം ഞാൻ പണ്ട് തൊട്ട് കണ്ടുവരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്കിൽ സെറ്റ്സ് പ്രായമായതിന്റെ കാരണം മാത്രം കുറച്ച് അത്യാവശ്യം നല്ലോണം ഡൗൺ ആയിട്ടുണ്ട്. നല്ലോണം കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഈസ് ദെയർ പ്ലേയിങ് ഫോർ പോർച്ചുഗൽ, സോ ഹോപ്പ്ഫുള്ളി ഹി പ്ലേസ് വെൽ. പിന്നെ അത് മാത്രമല്ല, പറഞ്ഞിട്ട് തോമസ് പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. വേറാസ് ദ ടീം ഇസ് നോട്ട് പ്ലേയിങ് ടു ഹിസ് സ്ട്രെങ്ത്സ്. കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. എനിക്കൊന്ന് അവർക്കും ഇവിടെ ഒരു താല്പര്യക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് റൊണാൾഡോ കളിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രീതിയിലാണ് റൊണാൾഡോ ഒരു രീതി കളിക്കുന്നു, ടീം വേറെ രീതി കളിക്കുന്നു. അപ്പം ഒരു ജെല്ലില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോബ്ലം ഉണ്ട്. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ മാർട്ടീനസിന് പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് സ്റ്റിൽ ദേ ക്യാൻ ഡു എ ഗുഡ് ജോബ്. ബട്ട് എന്ത് പറഞ്ഞാലും റൊണാൾഡോ ആ ഒരു സ്കിൽസ് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ മെസ്സി ആ ഒരു ടീം ജെല്ലുണ്ട്. കാരണം ബിക്കോസ് ഈസ് പ്ലേയിങ് വെൽ, ആ ഒരു സ്കിൽ സെറ്റ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ റണ്ണിങ്ങും പാസിങ്ങും ഒക്കെ ഇപ്പോഴും ഉള്ളതുകൊണ്ട് പ്ലേയേഴ്സും കംഫർട്ടബിൾ ആണ്. ആൻഡ് ആ ഒരു പുള്ളിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ആ ഒരു കമ്പാരിസൺ വരുന്നതും. ഈ പറഞ്ഞോട്ട് റൊണാൾഡോയെ കൂട്ട് ഇത്രയും അച്ചീവ് ചെയ്തൊരു പ്ലെയറെ ഇങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോൾ എന്ത് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ ഒരു സങ്കടമുണ്ട്. അപ്പം അത് ഇങ്ങനെ അത്രയും ഇത്രയും അച്ചീവ് ചെയ്ത ഒരാളെ ഇത്രയും പറയണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഹി കംസ് ഓൺ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ബെഞ്ച് ഓർ സംതിങ്, ഐ തിങ്ക് ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് വെൽ. പുള്ളിക്ക് ഒരു 10 മിനിറ്റ് ബാക്കി നിൽക്കുന്ന ഒരു ഗോൾ അടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളപ്പം വേണേൽ വന്നൊരു മൊമെന്റ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് റൊണാൾഡോയ്ക്ക്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നൊരു കോൺട്രാസ്റ്റ് ഈ ഒരു കാര്യത്തിൽ വളരെ എവിഡന്റ് ആണ് അല്ലേ ഈ പറഞ്ഞൊരു കാര്യം. കാരണം റൊണാൾഡോയെ സ്വന്തം ടീംമേറ്റ്സ് വരെ തള്ളി പറയുന്നു എന്ന് ഞാൻ അതെ. പറയില്ല. പക്ഷെ നവേസ് ഒക്കെ പറഞ്ഞു ഹീസ് ലൈക്ക് എനി അതർ പ്ലെയർ. Yes. ജസ്റ്റ് സീം എന്താണ് പാസ് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പാസ് എടുത്ത് കൊടുക്കേണ്ട ഒരാളല്ല. ഹീസ് ലൈക്ക് എനി അതർ പ്ലെയർ. ബാക്കി ആർക്കും കൊടുക്കുന്ന പോലെ അയാൾക്ക് കൊടുക്കാൻ നോക്കും. അങ്ങനെ ഒരു ടീംമേറ്റ്സ് ആൻഡ് ബ്രൂണോയുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. റൊണാൾഡോ ഗോൾ, ബ്രൂണോയ്ക്ക് അതെ. ഒരു ഫ്രീ ചാൻസ് ഉണ്ടായിരുന്നു, റൊണാൾഡോ മുമ്പിൽ കയറി അടിച്ചത് പുറത്ത് എറിഞ്ഞപ്പോൾ ഹി വാസ് വെരി ഫ്രസ്ട്രേറ്റഡ്. ഐ നോട്ട് റിയലി സീൻ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് എക്സ്പ്രസിംഗ് ദെയർ ആംഗർ അറ്റ് റൊണാൾഡോ ലൈക്ക് ദാറ്റ്, ബട്ട് നൗ ലോട്ട് ഓഫ് പോർച്ചുഗൽ പ്ലേയേഴ്സ് ആർ ഡൂയിങ് ഇറ്റ്. ഓൺ ദി അതർ ഹാൻഡ് മെസ്സിയുടെ ടീംമേറ്റ്സ് ഒക്കെ പറയുന്നത്, I've seen comments from Enzo Fernandez, a lot of other players, we're all saying he's inspiring us to go again, he's inspiring us to win the World Cup. കഴിഞ്ഞ തവണ വേൾഡ് കപ്പിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഇത്തവണയും അവർ പറയുന്നുണ്ട്, we want to win the World Cup for Messi, he's our inspiration. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ്
Messi is kind of helping the team. He's kind of inspiring them to do better. Ronaldo, on the other hand, for whatever reason, it might not be his fault, but it's not really working out in Portugal setup. അപ്പോ ഇറ്റ്സ് കൈൻഡ് ഓഫ് 50-50 പ്ലേയേഴ്സിന്റെ കയ്യിലും റൊണാൾഡോ ഇവരൊരു പേജിലല്ല എന്നുള്ളത് വെരി ക്ലിയർ ആണ്. പക്ഷേ റൊണാൾഡോയും ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, കാർലോ ആൻസലോട്ടി പറഞ്ഞ പോലെ റൊണാൾഡോയെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ട് വേറെ ഒറ്റ പ്ലെയറേ ഉള്ളൂ. അത് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിക്കാത്ത റൊണാൾഡോയാണ്. okay, let's അതെ see if അതെ he can bounce back in the next game. അല്ലേ? ഹോപ്പ്ഫുള്ളി ഹി ബൗൺസസ് ബാക്ക്. കാരണം നമുക്കും അതാണ് പക്ഷെ ഈ കാണേണ്ടത്. നമുക്കും യുസിയിലൊക്കെ പുള്ളി ഭയങ്കര ആഹ്, ക്ലച്ചാണ്. ഇങ്ങനെയൊക്കെ ഭയങ്കര ക്രിറ്റിസിസം വന്നു കഴിയുമ്പോൾ പുള്ളി അദ്ദേഹം ഭയങ്കരമായിട്ട് പെർഫോം മനസ്സിലാവും. ചെയ്യും നെക്സ്റ്റ് വേൾഡ് കപ്പിൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വേൾഡ് കപ്പിൽ പുള്ളിയുടെ ഹിസ്റ്ററി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. മേ ബി ഇത് ടീം വിച്ച് ഈസ് പ്ലേയിങ് പ്രഷറൊക്കെ കൊണ്ടായിരിക്കാം. 6 വേൾഡ് കപ്പിലും ഹി ഹാസ് അണ്ടർ പെർഫോംഡ് എന്റെ ഒപ്പീനിയനിൽ ഫോർ ഹിസ് ലെവൽ. 5 വേൾഡ് അതെ കപ്സിൽ. അതെ. ബട്ട് നെക്സ്റ്റ് മാച്ച് ഈസ് ഐഡിയൽ ഫോർ ഹിം. അടുത്ത കളി ഉസ്ബെക്കിസ്ഥാനെതിരെയാണ്. അടിച്ചങ്ങ് എനിക്ക് തോന്നുന്നു തകർക്കാനല്ലേ? അടിച്ചങ്ങ് തകർത്തൊരു ഹാട്രിക് അടിക്കാൻ പറ്റിയാൽ, മെസ്സി അൾജീരിയക്കെതിരെ അടിച്ച കൂട്ട് അടിക്കാൻ പറ്റിയാൽ, അവനതാ ഐ തിങ്ക് ഇറ്റ് കോൺഫിഡൻസ് വിൽ ബി വരും. ലൈക്ക് അഗൈൻ യെസ്. പക്ഷെ അഗൈൻ ആൻഡ് ഹോപ്പ്ഫുള്ളി ദ ടീം ഓൾസോ പ്ലേസ്. fans will go haywire for the other reason now. റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ. ഇറ്റ് വിൽ ബിക്കം അനദർ തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും മെസ്സി റൊണാൾഡോ കമ്പാരിസൺ എന്തായാലും ഇവര് ടീം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. വേൾഡ് കപ്പിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം വിഷ്ണു പറയുന്ന കോൺസ്പിറസി തിയറി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്കിത് കേൾക്കാൻ പറ്റും. സോ അതാണ് ഇപ്പം മെസ്സി വേഴ്സസ് റൊണാൾഡോ. നമുക്ക് എങ്ങനെ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അടുത്തത് നമുക്ക് മോസ്റ്റ് ഇംപ്രസീവ് ടീം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നമ്മളെ ഇംപ്രസ് ചെയ്ത ടീം ആരാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു ടീം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം പല ടീംസ് ഉണ്ട്. USA കുറെ കളികൾ ജയിച്ചു, നമുക്കറിയാം. വളരെ നല്ലോണം പെർഫോം ചെയ്തുകൊണ്ട് 2 കളികൾ ജയിച്ചു. ജർമ്മനി 7-1 2-1 ഒക്കെ ജയിച്ചു. കാനഡ ഔട്ട് ഓഫ് നോവെയർ ആ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് 6-0 അല്ലേ ഒരു കളി ജയിച്ചു. 6-0 അല്ലേ? അതെ അതെ, അതെ 6-0 ജയിച്ചു. പക്ഷെ എന്നെ ഇവരൊക്കെ അട്രാക്ട് ചെയ്തു. ഇവരെല്ലാം നല്ലോണം കളിച്ചു, ഇല്ല എന്നും പറയുന്നില്ല. നോർവേ നല്ലോണം കളിച്ചു. പക്ഷെ എന്നെ ഇംപ്രസ് ചെയ്യിച്ചത് ജപ്പാനാണ്. ഞാൻ ഇപ്പം നമ്മളൊരു കളി കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. 4-0 ടുണീഷ്യയെ ജപ്പാൻ തോൽപ്പിച്ചത്. യൂഷ്വൽ സസ്പെക്ട്സ് ആയ ഉയേദയും കമാദയും ഒക്കെ തന്നെയാണ് ഗോൾ അടിച്ചത്. നമുക്കറിയാം, നമ്മൾ പ്രിവ്യൂ ചെയ്തപ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞിരുന്ന പ്ലെയേഴ്സ് ആണ് ഇവരെല്ലാം. അവരുടെ കീ പ്ലെയർ ആയ മിത്തോമ ഒന്നും ഇല്ലാതെയാണ് അവർ ഇത്തവണ വേൾഡ് കപ്പിന് വന്നേക്കുന്നത്. ബട്ട് ഐ തിങ്ക് ദേ ഹാവ് എ വെരി എൻഡോയും ഇല്ലായിരുന്നു അല്ലേ ലിവർപൂളിന്റെ? Endo also got ruled out at the end of just at the beginning of the tournament. അദ്ദേഹം റിട്ടയറും ചെയ്തു ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന്. സോ 2 കീ പ്ലെയേഴ്സ് ഇല്ലാതെയാണ് അവർ വന്നിരുന്നത്. പക്ഷേ ഈവൻ ദോ ദേ ഹാഡ് ദീസ് വീക്ക്നെസ്സസ്, ദേ പെർഫോംഡ് അഡ്മയറിംഗ്ലി അഗെയിൻസ്റ്റ് നെതർലൻഡ്സ്. നെതർലൻഡ്സിനെതിരെയുള്ള ആ കളി ഞാൻ കണ്ടപ്പം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അവരിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ they performed in a level which I didn't even expect. അവര് അതിനകത്ത് പ്രത്യേകം വെച്ചാല് 2 തവണ പുറകിൽ പോയിട്ട് 2 തവണ അവർ തിരിച്ചു വന്നു എന്നുള്ളിടത്താണ് ആ ഒരു എന്താ പറയാ, ഒരു സ്കിൽ ലെവൽ അവരുടെ പ്ലേയേഴ്സിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് കാണിക്കുന്നത്. കാരണം നമുക്കറിയാം നെതർലൻഡ്സ് ഒരു ചില്ലറ ടീമൊന്നുമല്ല. ഇന്നലെ ഒരു സ്വീഡനെ 5-1 തോൽപ്പിച്ചത്. അത് അവരെ ഗോൾ സ്കോറേഴ്സും അവരുടെ അറ്റാക്കിംഗ് അത്യാവശ്യം നല്ലതാണ്. യൂറോപ്പിലെ ടോപ്പ് ക്ലബ്സിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് അവരുടെ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ളത്. സോ ജപ്പാന്റെ പ്ലേയേഴ്സ് എല്ലാവരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അത്ര വലിയ ലീഗിലൊന്നും കളിക്കുന്ന ആൾക്കാരല്ല. ഒരു 3-4-5 പേരൊക്കെ ഉണ്ടാവും. ബട്ട് ദേ ഹാവ് ദിസ് യൂണിറ്റി ഇൻ ദ ടീം. ദേ ഹാവ് ദിസ് ബോൺനെസ്. അവർക്കൊരു ഒരു ഒരു സ്ട്രോങ് സ്ക്വാഡ്, അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് മെന്റാലിറ്റി ഉണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇതൊന്നും ഇല്ല. അവര് നെതർലൻഡ്സിനെതിരെ അവരുടെ ഒരു ഡിഫെൻഡിങ് ആണെങ്കിലും കൗണ്ടർ അറ്റാക്ക് ആണെങ്കിലും അവരുടെ കുറെ മൂവ്മെന്റ്സ് 1-2 പാസിംഗ് ഒക്കെ ഇറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം അതർ ടീംസ്. എന്താ പറയുക, സ്കോർ ലൈൻ നോക്കിയാൽ ഒരു ഡ്രോ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ 2-2 ഡ്രോ. വേറാസ് അതർ ടീംസ് ലൈക്ക് US ഹാവ് ബീറ്റൻ ടീംസ്. ബട്ട് ഫോർ മീ ദ ഡ്രോ വാസ് ആസ് ഈക്വൽ ആസ് എ വിൻ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഫുട്ബോൾ മറ്റ് ടീമുകളോട്. വി ഹാവ് അറൈവ്ഡ് ഇൻ ദിസ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട്, വാച്ച് ഔട്ട് ഫോർ അസ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. എന്താ പറയാ, ഒരു അണ്ടർഡോഗ് ടീമിലുപരി ഒരു
സൂപ്പർ പവർ അല്ലെ? അങ്ങനത്തെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ സെക്കൻഡ് മാച്ച് കൺഫേംഡ് ദാറ്റ് ദേ ആർ ടീം ടു വാച്ച് ഔട്ട് ഫോർ. 4-0 എന്നുള്ള വിജയം എന്ന് പറഞ്ഞാൽ ഐ നോ ഇറ്റ്സ് അഗൈൻസ്റ്റ് ടുണീഷ്യ, ബട്ട് ദെൻ ഒരു Yeah, സമയത്ത് but നമ്മൾ this is how ജപ്പാൻ you start. You can only beat what's in front of Yeah. you. You are in front of you. ആരെയാണോ കിട്ടുന്നത് അവരെ കളിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം പറയാൻ പറ്റും. ഇപ്പൊ സ്പെയിനിന് കാബോ വെർദേക്കെതിരെ ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ Mm. ജപ്പാൻ 4-0 ടുണീഷ്യ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, ഓൾ ദ ടീംസ് ആർ നോട്ട് ഹിയർ ജസ്റ്റ് ടു പാർട്ടിസിപ്പേറ്റ്. എല്ലാവരും നല്ലോണം കളിക്കാൻ തന്നെയാണ് വന്നത്. കുറസാവോ പോലും ഒരു ഗോൾ അടിച്ചു ജർമ്മനിക്കെതിരെ. അപ്പം എല്ലാവരും ആ ഒരു പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൊറിയാസു ആണ് അവരുടെ കോച്ച്. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു കോച്ചാണ് അദ്ദേഹം. ഹി ഹാസ് ബ്രോട്ട് ദാറ്റ് ടുഗദർനെസ് ടു ദ ടീം ആൻഡ് ഹി ഹാസ് മെയ്ഡ് ദം ദിസ് സമുറായി സമുറൈസ് അല്ലെ, എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ബ്ലൂ സമുറായി എന്നാണ് അവരെ അറിയപ്പെടുന്നത് തന്നെ. ആൻഡ് നമ്മൾ ചെയ്ത ആ ഒരു റീലിൽ ഐ വാസ് വെരി സർപ്രൈസ്ഡ്. There are lots of comments and now it got around 46,000 views for that Japan reel. അത് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. എനിക്ക് പലരും മാങ്കയും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അനിമയൊക്കെ കാണുന്നത് കൊണ്ട് ദർ ഇസ് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലവ് ജാപ്പനീസ് കൾച്ചർ അല്ലെങ്കിൽ ജാപ്പനീസ് വേ ഓഫ് ലിവിങ്. നമുക്കറിയാം അവരുടെ ഫാൻസ് ഒരു കളി കഴിയുമ്പം ആ സ്റ്റേഡിയം ഫുൾ ക്ലീൻ ആക്കിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് മെന്റാലിറ്റി. അപ്പം തീർച്ചയായിട്ടും ജപ്പാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ടീമാണ്. എനിക്ക് നമ്മൾ 2002 വേൾഡ് കപ്പാണ് ഞാൻ ആദ്യമായിട്ട് ഫുള്ള് കണ്ട ഒരു വേൾഡ് കപ്പ്. അത് ജപ്പാനിലും കൊറിയയിലും വെച്ചിട്ടാണ് വേൾഡ് കപ്പ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ തന്നെ പോസ്റ്റ് നേഷനായിട്ട് ഇത് കുറെ ജപ്പാൻ വേസ്റ്റ് പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ റോബർട്ടോ കാർലോസിന്റെ ഒക്കെ ഒരു ഫണ്ണി വീഡിയോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജപ്പാൻ ടീമിനെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാർലോസ് ജപ്പാൻ ടീം തിരിച്ച് തൊഴുത് കാണിക്കുമ്പോഴത്തേക്ക് കാർലോസ് സ്കോർ ചെയ്യുന്ന ഒരു ഫണ്ണി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ജപ്പാൻ കൾച്ചർ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ചെറുതിലെ കിട്ടുന്നത്. ജപ്പാൻ ഞാൻ ഓഫ് ലൈറ്റ് കുറെ ഫോളോ ചെയ്യുന്ന ടീമാണ്. എനിക്ക് വളരെ ഹാർട്ട് ബ്രേക്ക് മൊമെന്റ് തന്നിട്ടുള്ള ഒരു ടീമാണ്. എനിക്കൊന്ന് 2018 വേൾഡ് കപ്പ് റഷ്യ വേൾഡ് കപ്പിലാണ് റൗണ്ട് ഓഫ് 16 മാച്ച് ബെൽജിയത്തിനെതിരെയായിരുന്നു. അന്ന് ജപ്പാൻ 2-0 ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ടിൽ അറൌണ്ട് 60 മിനിറ്റ്സ് 65 മിനിറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഫ്രം ദെയർ ബെൽജിയം മൗണ്ടഡ് എ കം ബാക്ക്. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് വാസ് നെയ്സർ ചഡ്ലി, ടോട്ടൻഹാമിന്റെ പ്ലെയർ ആയിരുന്നു പണ്ടത്തെ. അദ്ദേഹമാണ് 93rd മിനിറ്റിൽ വിന്നർ അടിച്ചിട്ടാണ് 2-0 പുറയുന്ന ബെൽജിയത്തെ 3-2 ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം a lot of fans are very sad for Japan at that time because it looked like they were going to do the impossible. അങ്ങനെ so I felt maybe it will come next time. Maybe Japan can get over this. They'll go deep into the tournament എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. So and for some reason it looks like this could be that World Cup അല്ലെ, where Japan can make the quarter final or even semi final, who knows. അപ്പോൾ അതിന് സാധ്യതയുള്ളൊരു വേൾഡ് കപ്പായി തോന്നുന്നു. And their performances are kind of giving us that sort of feel that it can happen this time. I really hope it happens for Japan this time. യെസ്, ഓക്കെ. എന്തായാലും ഒരു അടുത്ത സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ഹോപ്പ്ഫുള്ളി ദേ ഹാവ് ഓൾ ദ പ്ലെയേഴ്സ് ഫിറ്റ് ആൻഡ് ഫയറിംഗ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ആസ് വെൽ. തേർഡ് മാച്ചിൽ ഇനിയിപ്പം കുറച്ച് പ്ലെയറെ റെസ്റ്റ് ഒക്കെ ചെയ്യിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ദേ വിൽ ബി റെഡി ഫോർ ദി ചാലഞ്ച്. വിഷ്ണുവിന് ആരാണ് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്? I think quite a few teams impressed this time. Again, വളരെ സേഫ് ആയിട്ടുള്ള ആൻസർ അതായിരിക്കാം. പക്ഷെ ഓൾസോ ഇറ്റ്സ് വെരി ഏർലി ഇൻ ടു ദ വേൾഡ് കപ്പ് ടു ലൈക്ക് ക്ലിയർലി സേ ദാറ്റ് ദീസ് ഗൈസ് ആർ ഗോണ ലൈക്ക് സ്റ്റാൻഡ് ഔട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇംഗ്ലണ്ട്, ഞാനൊരു പ്രീമിയർ ലീഗ് ഫാനാണ്. ഐ സപ്പോർട്ട് ആർസണൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ട് നമ്മൾ വളരെ വർഷങ്ങളായി നമ്മൾ കാണുന്നത് എപ്പോഴും ഗോൾഡൻ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കുറച്ച് ഡിസപ്പോയിന്റ് ചെയ്ത് അങ്ങ് പോകുന്ന ഒരു ടീമാണ്. ഈവൻ വെൻ ഐ തിങ്ക് ഇറ്റ് വാസ് 2018 വേൾഡ് കപ്പ് അല്ലേ, അവരുടെ സെമി ഫൈനൽ വാസ് അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ. ലോട്ട് ഓഫ് പീപ്പിൾ എക്സ്പെക്ടഡ് ദം ടു ബീറ്റ് ക്രൊയേഷ്യ ആൻഡ് ദെൻ ഗോ ടു ദ ഫൈനൽ. ദേ ഡിഡ്ന്റ്, ദേ ഫെയിൽ. പിന്നെ 2 യൂറോസ് ദേ ലോസ്റ്റ് ദ ഫൈനൽ. One against Italy and the last one against Spain. അവരുടെ അപ്പോൾ 1966 ഒരു വേൾഡ് കപ്പ് ജയിച്ചതാണ്. അതിനുശേഷം അവർക്ക് നമ്മൾ കണ്ടു തുടങ്ങിയ സമയം തൊട്ടൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ അണ്ടർ തോമസ് ടുച്ചൽ ദേ ഹാവ് എ റിയൽ ചാൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് മേക്കിംഗ് ദ ഫൈനൽ. കപ്പ് അടിക്കും എന്ന് ഞാൻ പറയുന്നില്ല, അടിക്കാമായിരിക്കാം, അടിക്കില്ലായിരിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് ഫൈനൽ വരെ എത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് പെർഫോമൻസ് എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ ഫൈനലിൽ ഡിനേ ചെയ്ത ക്രൊയേഷ്യക്കെതിരെ ആയിരുന്നു അവരുടെ ഫസ്റ്റ് മാച്ച്.
ആൻഡ് ഫോർ മീ ഇറ്റ് വാസ് എ വെരി കൺവിൻസിംഗ് പെർഫോമൻസ്. ഓക്കെ, 2 ഗോൾ കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഒരു ഡിഫൻസ് ഇറ്റ്സ് നോട്ട് ആസ് സ്ട്രോങ് ആസ് ദെയർ മിഡ്ഫീൽഡ് ഓർ അറ്റാക്ക്. But that's okay. I expect them to outscore their opponents. And that's because it's a very exciting lineup of players and led by Harry Kane, the man himself, the best striker, the best center forward in Europe for the last 7-8 years, whatever. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ വന്ന ടീം വളരെ എക്സൈറ്റിംഗ് ആയ ഒരു ഫുട്ബോളാണ് കളിച്ചത്. ആൻഡ് ദേ ആർ വെരി ഗുഡ് അറ്റ് സെറ്റ് പീസസ് റൈറ്റ് നൗ. നമ്മൾ കണ്ടാണ് അവരുടെ സെക്കൻഡ് ഗോൾ സെറ്റ് പീസ് ഒരു കോർണറിലാണ് വന്നത്. ഡെക്ലൻ റൈസ് അസിസ്റ്റിൽ കെയിൻ സ്കോർ ചെയ്യായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡെക്ലൻ റൈസ് സെഡ് ദാറ്റ് ഐ ഫീൽ ഐ ക്യാൻ get a goal from every corner right now. I can make an assist from every set piece that I take എന്നൊരു സ്റ്റേറ്റ്മെന്റ് പുള്ളി അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. And Thomas Tuchel said we got to emphasize on what the Premier League teams are strong at set pieces. അപ്പോൾ സെറ്റ് പീസസിൽ ഇംഗ്ലണ്ട് ഇത്രയും ഫോക്കസ് കൊടുക്കുമ്പോൾ ഓപ്പൺ പ്ലേ ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ടു ദേ ഹാവ് എനഫ് ടാലന്റ് ടു ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പോൾ അതിലും കൂടി സെറ്റ് പീസിലും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് ദേ ആർ ബിക്കം എ വെരി സ്ട്രോങ് ടീം. ആൻഡ് അവര് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല പ്ലേയേഴ്സിനെ ഇല്ലാതെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഐ മീൻ നമുക്കറിയാം ഫിൽഫോർഡൻ, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, പോൾ പാമർ, ഇവരെ ഒന്നും സെലക്ട് ചെയ്യാത്തതിന് ഒരുപാട് there were a lot of reports and all that. പക്ഷെ I think Tuchel has a plan. He knows exactly what he wants and he's using the players. ഈവൻ ബെഞ്ചിലായെങ്കിലും England gets very exciting after the 60 minutes because ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വരുന്ന players are like Morgan Rogers, Bukayo Saka, Marcus Rashford, even Ebere Esse, Oli Watkins. The options are nice and exciting to like even bring on from the bench. അപ്പോൾ വളരെ വളരെ എക്സൈറ്റിംഗ് ഫുട്ബോളാണ് ഇത്തവണ ഇംഗ്ലണ്ട് കളിക്കുന്നത്. ആൻഡ് ദ ഗെയിം അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ ഷോഡ് വേർ എക്സാക്ട്ലി ദേ ആർ. ഇനി നെക്സ്റ്റ് കളി ഘാനയ്ക്കെതിരെയാണ്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. എനിക്ക് തോന്നുന്നത് ഖാനെ തകർത്തുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇംഗ്ലണ്ടിനെ പറ്റി സുധീഷിന് പറയാനുള്ളത്? ഇട്ടേക്കുന്ന ജേഴ്സി ഏതാണെന്ന് അറിയാം. സോ വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്ത് നിരാശപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. വിഷ്ണുവിന് ക്ലിയർ ആയിട്ട് അറിയാം. അതൊരു മോർ ദാൻ എന്താ പറയാ, ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഒന്നും കൊണ്ടല്ല എന്നെ ഇംഗ്ലണ്ട് ആകർഷിച്ചിട്ടുള്ളത്. പ്രീമിയർ ലീഗ് ആണ്. ബേസിക്കലി പ്രീമിയർ ലീഗ് കണ്ടാണ് വളർന്നത്. സോ അതിനകത്തെ എല്ലാ കളിക്കാരും കൂടെ ഒരുമിച്ച് കളിക്കുന്നത് കാണുമ്പോൾ ഒരു ഓൾ സ്റ്റാർ 11 പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു പണ്ട് ചെറുതായിരുന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ദേ യൂസ് ടു പ്ലേ ബോറിംഗ് ഫുട്ബോൾ അല്ലെ ഒരു സമയത്ത്. പണ്ട് അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ ഇപ്പം ഗ്രാജുവലി പതുക്കെ പതുക്കെ എപ്പോഴും എനിക്കൊരു ഇംഗ്ലണ്ടും പിന്നൊരു ടീമും എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇപ്പൊ ഇംഗ്ലണ്ടും ജപ്പാനുമാണ് എൻ്റെ ഫേവറേറ്റ് ടീംസ്. ഇപ്പോൾ ഇംഗ്ലണ്ട് എക്സൈറ്റിംഗ് ആയി വന്നത് ഒരു നല്ല ചേഞ്ച് ഓഫ് ഫോർച്യൂൺസ് ആയിട്ടുണ്ട്. കാരണം സൗത്ത് ഗേറ്റിനെതിരെ ഈവൻ ദോ അറ്റാക്കിംഗ് ഫുട്ബോൾ അല്ല കളിച്ചിരുന്നെങ്കിലും എഫക്റ്റീവ് ഫുട്ബോൾ ആയിരുന്നു. ഫൈനലിൽ ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ടുച്ചലിനെ എടുത്തത്. ആൻഡ് ഐ തിങ്ക് ദേ ആർ പ്ലേയിങ് വെരി വെൽ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മാച്ചായിരുന്നു. ഫ്രീ ആയിട്ട് കണ്ടു. നല്ല സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ്. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ടത് ബെല്ലിംഗ്ഹാമിനെ കുറിച്ചാണ്. വളരെ അധികം ഇംപ്രസ് ചെയ്തു അദ്ദേഹം എന്നെ. കാരണം എനിക്ക് തോന്നുന്നു ടുച്ചലിന്റെ സിസ്റ്റത്തിന് പറ്റിയൊരു നമ്പർ 10 അല്ലേ. റോജേഴ്സ് പോലുള്ള ഒരു കളിക്കാരനെ ബെഞ്ചിലെടുത്തിട്ടാണ് ബെല്ലിംഗ്ഹാം കളിക്കുന്നത്. സോ ഈവൻ ഇഫ് ബെല്ലിംഗ്ഹാം ഇസ് നോട്ട് വർക്കിംഗ്, റോജേഴ്സ് ഇസ് ദർ. സോ പല ഓപ്ഷൻസ് ആണുള്ളത് അദ്ദേഹത്തിന്. കുറെ ഓപ്ഷൻസ് മിഡ്ഫീൽഡിലെ ആൻഡേഴ്സൺ, നമുക്കറിയാം സിറ്റിയും യുണൈറ്റഡും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ഹീ പ്ലേഡ് വെൽ. ആൻഡ് ദി ഓൺലി കൈൻഡ് ഓഫ് നെഗറ്റീവ് ഇസ് ദ ബാക്ക് ലൈൻ. ലൈക്ക് നെഗറ്റീവ് എന്ന് പറയുന്നില്ല, കുറച്ച് വീക്കായിട്ട് തോന്നുന്നത് ബാക്ക് ലൈൻ ആണ്. എനിക്കൊന്ന് ജോൺ സ്റ്റോൺസ് അത്രയും സീസണിൽ അധികം കളിക്കാത്തതിന്റെ ഒരു ഇത് കാണാനുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ ദം. ഐ തിങ്ക് ആസ് എ ടീം ദേ പ്ലേ വെൽ. ഈവൻ മധുവൊക്കെ നമ്മൾ പലരും ടീം എന്തിനാണ് ഈ സ്ക്വാഡിൽ എടുത്തതെന്നൊക്കെ ചോദ്യം വന്നപ്പോഴും നമ്മൾ ടുക്കൽ പറഞ്ഞു ഐ ഹാവ് എ പ്ലാൻ. സോ അതിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. ഈവൻ ഹി പ്ലേഡ് ഓക്കെ, ഹി വാസ് ഓൾസോ ഗുഡ്. ഹി വൺ ദ പെനൽറ്റി. സോ ഹി പ്ലേഡ് വെൽ. അറിയാം, നമുക്ക് മോർഗൻ ഗിബ്സ് വൈറ്റ് ഇല്ല, പാമർ ഇല്ല, ഫോർഡൻ ഇല്ല, അലക്സാണ്ടർ ആർണോൾഡ് ഇല്ല. വിഷ്ണു പറഞ്ഞു, ഇവരുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് ദെൻ there are other players also who didn't get selected like Welbeck. അങ്ങനെ പല പ്ലേയേഴ്സിനെ എടുക്കായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും പേരെ എടുക്കാൻ പറ്റുള്ളൂ. സംബഡി ഹാസ് ടു സിറ്റ് ഔട്ട് എന്നുള്ളൊരു ഫാക്ട് ഉണ്ട് ഇതിനകത്തല്ലേ. എല്ലാരെയും കൊണ്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. എല്ലാ പ്രീമിയർ ലീഗിലെ കളിക്കാരെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് വേണ്ട കളിക്കാരെ എടുത്തു. ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന തൊട്ട് ഐ ട്രസ്റ്റ് ടുക്കൽ. ആൻഡ് ഐ തിങ്ക് ഇംഗ്ലണ്ടിന്റെ ഒരു ഫേവറേറ്റ് ആണ് ഫൈനലിൽ എത്താൻ ഇത്തവണ.
And I think the fact that Arsenal players are there in the squad will kind of help, because എനിക്ക് തോന്നുന്നു എന്താ പറയാ, പണ്ടൊക്കെ ആണെങ്കിലും സിറ്റി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് പേര്, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലേയേഴ്സ്, സെറ്റ് ഓഫ് പ്ലേയേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. ദാറ്റ്സ് വെയർ റൈസ് കംസ് ഇൻ. ഐ തിങ്ക് റൈസിന്റെ ആ ഒരു മെന്റാലിറ്റി ടീമിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ബാക്കി എല്ലാവരും കുറച്ച് യങ്, അല്ലെങ്കിൽ ആ ഒരു കെയിൻ ഉണ്ട് ഒബ്വിയസ്ലി, ബട്ട് യുനോ റൈസ് ഹാസ് വൺ ദ പ്രീമിയർ ലീഗ്. കെയിൻ പ്രീമിയർ ലീഗ് ജയിച്ചിട്ടില്ല. സോ ആ ഒരു പ്രീമിയർ ലീഗ് ജയിക്കുന്ന ഒരു ടഫ്നെസ് കൂട്ട് തന്നെയാണ് വേൾഡ് കപ്പ് ജയിക്കാനുള്ളത്. And he's been promoted as vice captain അല്ലേ ഈ Yes. വേൾഡ് കപ്പിലേക്ക്. Yes, so he deserves it, and I think he kinds of leads the team by example. കെയിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലോണം കാര്യങ്ങൾ. ഈ സെറ്റ് പീസ് മെന്റാലിറ്റി ഒക്കെ കൊണ്ടുവന്നത് പോലും ഒരുപക്ഷെ റൈസിന്റെ ഒക്കെ ഒരു ഇതിലായിരിക്കും. പിന്നെ അതുപോലെ സാക്കയുണ്ട്. അർസനലിൽ ലീഗ് ജയിച്ച ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് തന്നെയുണ്ട്. എസയുടെ മൊമെന്റ്സ് ഓഫ് മാജിക് ഉണ്ടാവാം. സോ ഐ തിങ്ക് ദിസ് ടീം ഇസ് ഗുഡ് ഇനഫ് ടു റീച്ച് ദ ഫൈനൽ. ദേ ആർ ഗുഡ് ഇനഫ് ടു വിൻ ദ കപ്പ്, ബട്ട് ദെൻ ഫൈനൽ വരെ എത്താൻ എന്തായാലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ദേ റീച്ച് ദ ഫൈനൽ. ആൻഡ് ആ ഒരു എക്സൈറ്റിംഗ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ ഒരു ഇംഗ്ലണ്ട് ആരാധകനായി കാണുക എന്നുള്ളത് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. സോ ഐ എം കൈൻഡ് ഓഫ് ലവിങ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ബ്രിങ്സ് us ടു ദി എൻഡ് ഓഫ് ദിസ് സെഷൻ. നമ്മൾ മോസ്റ്റ് എക്സൈറ്റിംഗ് പ്ലെയർ മെസ്സി വേഴ്സസ് റൊണാൾഡോ ആൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ടീം, ഇംപ്രസീവ് ടീം ഇൻ ദിസ് വേൾഡ് കപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. കുറച്ച് കളികളിലൂടെ കഴിയട്ടെ, മെസ്സിയും റൊണാൾഡോയും എവിടെ എത്തിയെന്നറിയട്ടെ. റൊണാൾഡോ ഹോപ്പ്ഫുള്ളി തിരിച്ചു വരട്ടെ. ആൻഡ് ഈ വേൾഡ് കപ്പ് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. താങ്ക് യു തോമസ്, താങ്ക് യു വിഷ്ണു. താങ്ക് യു all. Thank you.